അല്ല, അടുത്ത ശ്ലോകം അതല്ല. ആപൂര്യമാണം അചലപ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ സശാന്തി ആപ്നോതി ന കാമകാമി ന കാമകാമി സശാന്തിം ആപ്നോതി. ന കാമകാമി സശാന്തിം ആപ്നോതി. കാമത്തെ കാമിക്കുന്നവൻ ശാന്തിയെ പ്രാപിക്കുന്നില്ല. എന്നാൽ മറ്റവരോ യം കാമാഹ പ്രവിശന്തി സർവേ സശാന്തിമാപ്നോതി. രണ്ടു തരക്കാരാണ്. കാമം വന്ന് ചേർന്നിട്ടും ഇവർ ശാന്തിയെ പ്രാപിക്കുന്നു. കാമത്തെ കാമിക്കുന്നവൻ ശാന്തിയെ പ്രാപിക്കുന്നില്ല. ശ്ലോകം അതിന്റെ അന്വയാർത്ഥങ്ങളുടെ പുസ്തകത്തിൽ തന്നെ ഉണ്ട്. ഏതൊരാളിലേക്ക് കാമങ്ങളെല്ലാം വന്നു ചേർന്ന് കൊള്ളുന്നുവോ അവൻ ശാന്തിയെ പ്രാപിക്കുന്നു. യാതൊരുവൻ ഏതൊരു കാമങ്ങളെല്ലാം വന്നു ചേർന്നിട്ടും സശാന്തിയും ആപ്നോതി. കാമകാമി ന ശാന്തിയും ആപ്നോതി. ജനകന്റെ അശ്വപതിയുടെയും ഒക്കെ കാര്യങ്ങൾ ഭംഗിയായി അവിടെ പറയുന്നുണ്ട്. നേരത്തെ മുന്നോട്ട് പോകും 3-ാം അധ്യായത്തിൽ ഇതിന്റെ ആവർത്തനവും നമുക്ക് കേൾക്കാം. ആസ്തിക ജനകാദയ സംപശ്യൻ കർത്തും അർഹസി എന്ന് നമ്മൾ പിന്നീട് പഠിക്കുകയും ചെയ്യും. അതെല്ലാം ചേർത്ത് വെച്ച് വേണം കേൾക്കാൻ. അതിൽ കാമകാമിക്ക് കിട്ടാത്തതും കാമം വന്നു ചേരുന്നവന് ശാന്തിയെ കിട്ടുന്നതും എന്ന് പറയുമ്പോൾ ആപൂര്യമാണം അചലപ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി യദ്വത് എന്നൊരു ഉദാഹരണം കൊണ്ടാണ് ഇത് പറയുന്നത്. നാലുപാട് നിന്നും ആപൂര്യമാണം, നാലുപാട് നിന്നും വെള്ളം സമുദ്രത്തിലേക്ക് വന്നു ചേർന്നിട്ടും സമുദ്രത്തിൽ നിന്ന് ജലം ഒഴിഞ്ഞു പോയിട്ടും സമുദ്രം പൂർണ്ണമാണ്. ഈ ജലം വന്നു ചേരുന്നതുകൊണ്ട് സമുദ്രത്തിന് അളവ് കൂടുന്നില്ല. അതിൽ നിന്ന് ജലം നീരാവിയായി പോയിട്ടും സമുദ്രത്തിന്റെ പൂർണ്ണതയ്ക്ക് കുറവ് വരുന്നില്ല. അതുപോലെ നിലകൊള്ളുന്ന ജനകാദികൾ നാനാപാടു നിന്നും കാമമെല്ലാം വന്നിട്ടും അവരുടെ ശാന്തിക്ക് ഭംഗം വരുന്നില്ല. ഒരു ഉദാഹരണമാണ്. ഇനിയുള്ളത് ശുക ബ്രഹ്മർഷിയുടെ ഉദാഹരണമാണ്. അതുപോലുള്ളവരുടെയാണ് ലാസ്റ്റ്. ശുഖബ്രഹ്മർഷിയെ പോലുള്ളവരെ എടുത്താൽ വിഹായ കാമാന്യ സർവാൻ പുമാം നിശ്ചരതി ചരതി നിസ്പൃഹ നിർമ്മമോ നിരഹങ്കാര സശാന്തി അധിഗച്ഛതി. ഈ രണ്ടു കൂട്ടർക്ക് ശാന്തി. ഈ രണ്ടും ഉദാഹരണമാണ്. ഈ രണ്ടിനും മുമ്പേ അതുകൊണ്ടാണ് സത്വാപത്വാദി വർണ്ണനകൾ നമുക്ക് ആവശ്യമായി വന്നത്. ആ ശ്ലോകം പഠിക്കണമെങ്കിൽ ഈ അറിവ് നമുക്ക് വേണം. സംസാരത്തിലെ കാമങ്ങളെല്ലാം വന്നു ചേരുമ്പോഴും തന്റെ ബോധത്തിൽ മാത്രം നിലകൊള്ളുക. ജനകനും അശ്വപതിയും ഒക്കെ ആ കൂട്ടത്തിലാണ്. അവര് ആ ഒരു നിലയിലാണ് ബ്രഹ്മത്തിൽ ലീനരായി നിന്നത്. അപ്പോ ഉപദേഷ്ടാക്കളായ ജനകൻ, അശ്വപതി തുടങ്ങിയ ഗുരുക്കന്മാർ അമ്പടാ ഞാനേ എന്ന് ഭാവിച്ചു പോകുന്ന ഗർഗനെ പഠിപ്പിക്കുന്നത് കാണാം. അജാതശത്രു അദ്ദേഹവും ഇതിലെ ഒരു ഗുരുവാണ്.
ഒട്ടേറെ രാജാക്കന്മാരുടെ കഥ പറയുന്നുണ്ട് ഉപനിഷത്തുകൾ. ഒട്ടേറെ രാജസദസ്സുകളുടെ കഥ പറയുന്നുണ്ട് ഉപനിഷത്തുകൾ. അവിടെയെല്ലാം ആ ഉപദേഷ്ടാക്കളായ ഗുരുക്കന്മാർ ഈ ഭൂമികയിലാണ്. അവർക്ക് പ്രപഞ്ചം അവസാനിച്ചിട്ടില്ല. ബ്രഹ്മസാക്ഷാത്കാരത്തിൽ നിലകൊള്ളുവാനും കഴിയുന്നു. പ്രാണികളുടെ ദുഃഖത്തിൽ അവർക്ക് കൃപയുണ്ട്. അൻപും അനുകമ്പയും എല്ലാം അവർക്കുണ്ട്. അതേസമയം അവർ ആനന്ദത്തിലുമാണ്. പ്രാണികളുടെ ദുഃഖം ബാധിക്കുന്നില്ലെങ്കിൽ എന്ത് ദയ അല്ലെങ്കിൽ കൃപ. ഇവിടെയും ശിഷ്യ യോഗ്യതയും അയോഗ്യതയും ഗുരു വിചാരിക്കുന്നു. അധികാരി അനധികാരി എന്നിവരുടെ വിവേചനവും ഗുരു നടത്തുന്നു. ഈ ദ്വൈതങ്ങളെല്ലാം സംഭവമാണ്. അപ്പോൾ അദ്വൈത സാക്ഷാത്കാരം എങ്ങനെ? അദ്വൈതം കൊണ്ട് ദ്വൈതബാധ എല്ലാം പോകുന്നു. അധിഷ്ഠാന സാക്ഷാത്കാരം കൊണ്ട് ആരോപ്യ നിവൃത്തി സാധിക്കുന്നു എന്നതിന് ഉത്തരം. അതാണ് പഠിച്ചെടുക്കേണ്ടത്. മനസ്സിലാകാതെ വരുന്നു എങ്കിൽ വിശദീകരണവുമാകാം. അധിഷ്ഠാന സാക്ഷാത്കാരം കൊണ്ട് ആരോപ്യ നിവൃത്തി സാധിക്കുന്നു. തന്നിൽ ആരോപിച്ചിരിക്കുന്നത് ഇല്ലാതാകാൻ അധിഷ്ഠാനത്തെ സാക്ഷാത്കരിക്കണം. ഇതാണ് അവരുടെ പദ്ധതി. ഇതാണ് ശാസ്ത്രീയമായ മാതൃക. ആരോപ്യ സാക്ഷാത്കാരം കൊണ്ട് അധിഷ്ഠാനത്തെ വിസ്മൃതിയിലാകുന്നു. പെട്ടെന്ന് പിടികിട്ടേണ്ടതാണ്. ഏതൊരു വികാരത്തിന്റെയും വിചാരത്തിന്റെയും അറിവിന്റെയും അധിഷ്ഠാനം പുറത്തല്ല, നമ്മുടെ അറിവാണ്. ശരിയല്ല? നമ്മൾ ഉറങ്ങുമ്പോൾ ഗാഢസുഷുപ്തിയിൽ ഇതൊന്നുമില്ല. ശരിയല്ല? ഇപ്പോൾ ഭാര്യയെന്ന് ബോധിക്കുന്നത്, മക്കളെന്ന് ബോധിക്കുന്നത്, അച്ഛനെന്ന് ബോധിക്കുന്നത്, അമ്മയെന്ന് ബോധിക്കുന്നത്, കർമ്മങ്ങളെന്ന് ബോധിക്കുന്നതെല്ലാം തൻ്റെ ബോധമെന്ന അധിഷ്ഠാനത്തിൽ മാത്രമാണ്. ഇത് പഠിക്കാൻ പുസ്തകം പഠിക്കണ്ട, എന്ന് ഉറങ്ങുന്നു എന്നുള്ളത് അറിഞ്ഞാൽ മതി. എൻ്റെ ഗാഠമായ സുഷുപ്തിയിൽ എവിടെയായിരുന്നു എൻ്റെ ഭാര്യ? എവിടെയായിരുന്നു എൻ്റെ അമ്മ? എവിടെയായിരുന്നു മണിയേട്ടൻ? എവിടെയായിരുന്നു ഈ ലോകം? ശരിയല്ല? എൻ്റെ ഗാഠമായ സുഷുപ്തിയിൽ അവരെല്ലാം എവിടെ പോയി? ഓ അയ്യോ, അത് ഞാൻ മറന്നുപോയല്ലോ, എനിക്ക് ആ സമയത്ത് ബോധമില്ലായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് ബോധമുണ്ടെങ്കിലേ ഇതെല്ലാം ഉള്ളൂ. എൻ്റെ ബോധം അധിഷ്ഠാനവും ഇവയെല്ലാം അതിൽ ആരോപ്യവുമാണ്. മനസ്സിലായില്ല? എൻ്റെ ബോധത്തെ ഞാൻ സാക്ഷാത്കരിച്ചാൽ ആരോപ്യ വസ്തുക്കൾ മറഞ്ഞു. സിമ്പിൾ. ശരിയല്ല? ഇതാ ഇതിന്റെ സത്യം. അധിഷ്ഠാനത്തെ മാത്രം ആ സമയത്ത് കാണുക. രണ്ടെണ്ണം കാണാം. അധിഷ്ഠാനവും അധിഷ്ഠാനത്തിൽ ഉണ്ടായതും കാണാം. അധിഷ്ഠാനത്തെ മാത്രം കാണാം. അധിഷ്ഠാനത്തെ മറന്ന് ഉണ്ടായത് കാണാം. അടുത്തിരിക്കുന്ന ഇയാളെ ശരീരം മുട്ടിയപ്പോൾ നോക്കി ഇന്ന ആളാണെന്നറിഞ്ഞു. മുട്ടിയപ്പോൾ ബോധം
നോട്ടത്തിന് പ്രേരിപ്പിച്ച് നോക്കിയപ്പോൾ അയാളാണെന്നറിഞ്ഞു. അയാളുടെ അടുക്കലാണ് ഇത്രയും നേരം ഇരുന്നത് എന്നറിഞ്ഞു. ആ ഇരിപ്പിൽ അസ്വസ്ഥതയോ പ്രിയമോ ഉണ്ടായി. ഇതെല്ലാം ബോധത്തിൽ അങ്കുരിച്ചു വരുന്നത്, അയാളിലല്ല. മനസ്സിലായി? ഈ ബോധത്തെ അറിയാതിരിക്കുന്നുവെങ്കിൽ വത്സന്റെ താപനില വർദ്ധിച്ചു, വത്സന്റെ പ്രഷർ കയറി, വത്സന്റെ പുരികം ചുളിഞ്ഞു. ഈ പ്രതീതിയെല്ലാം ബോധത്തെ മറയുകയും ഇയാളെ കാണുകയും ഇയാളായി വത്സൻ രൂപാന്തരപ്പെടുകയും ചെയ്യുമ്പോഴാണ് പ്രിയത്തിൻ്റെയോ അപ്രിയത്തിൻ്റെയോ ഈ ഭാവഭേദങ്ങളെല്ലാം വത്സനിൽ സംജാതമാകുന്നത്. നമ്പർ 1. നമ്പർ 2, അവിടെ ഇരിക്കുന്നു. പെട്ടെന്ന് അയാളുടെ കയ്യിലെ പേന താഴെ വീഴുന്നു. ആ പേന കാണുന്നു. ആ പേനയിൽ നിന്ന് വീട്ടിൽ മേശപ്പുറത്ത് വെച്ചുപോയ പേന ഓർമ്മ വരുന്നു. ഇതേ ജാതി പേനയൊന്നുമല്ല, പേന എന്ന പൊതുനാമത്തിൽ നിന്ന് വീട്ടിൽ വെച്ച് മറന്നുപോയ ഷീഫേസ് പേന ഓർമ്മ വരുന്നു. അത് എടുത്തുകൊണ്ട് മകൻ സ്കൂളിൽ പോകുമല്ലോ, അവനതിൻ്റെ നിപ്പൊടിച്ച് കളയുമല്ലോ എന്ന് ഓർമ്മ വരുന്നു. അവൻ പണ്ടേ കയ്യിൽ കിട്ടിയാൽ നശിപ്പിക്കുന്നവനാണ്. അവനാണ് ഇപ്പോൾ അത് എടുത്തുകൊണ്ട് പോകുന്നതെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്തൊക്കെയാണ്. മാത്രമല്ല, അവന് കൂട്ടുനിൽക്കുന്ന ഒരാളാണ് വീട്ടിലുള്ള എൻ്റെ ഭാര്യ എന്ന് വന്നു കഴിഞ്ഞാൽ വത്സൻ ഇവിടെ ഇരുന്നുകൊണ്ട് തപിക്കുന്നു. മനസ്സിലായി? ഇപ്പോൾ വസ്തു അടുക്കലല്ല, വളരെ അകലെയാണ്, പക്ഷെ ബോധത്തിലാണ്. ഇതിന് ഒരു പ്രക്രിയയേ ഉള്ളൂ. അധിഷ്ഠാനമായ ബോധത്തിൽ കളിക്കുന്ന ഈ കളികൾ കാണാതെ ബോധത്തിൽ ലഭിക്കാൻ ശ്രമിക്കുക. വസ്തുവിനെ കാണാതെ. ഇല്ലെങ്കിൽ വസ്തുവിനെ കാണുമ്പോഴും വസ്തുവിനെയും ബോധത്തെയും കാണുക. ബോധത്തിന്റെ ഈ കളിയോർത്തൊന്ന് ചിരിക്കുക. മനസ്സിലായില്ല? 2. 3. ബോധത്തിൽ കളിക്കുന്ന ഈ വസ്തുവിലേക്ക് പരിണമിക്കുക, ബോധത്തെ വിടുക. എന്നിട്ട് കൂടുതൽ കോപാകുലനാകുക, അസ്വസ്ഥനാകുക, തന്നെയും ലോകത്തെയും ഹിംസിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ഭാരമായി ജീവിക്കുക. ഇങ്ങനെ 3 ഉള്ളൂ ലൈഫ്. 3ാമത്തത് സർവ്വസാധാരണം. അതാണെങ്കിൽ പിന്നെ ഇത് പഠിക്കണ്ട. സിമ്പിൾ. ഇവിടെ വന്നിനി ഇവിടുത്തെ ഒരു തലവുമായി ചേർന്ന് അതും ബോധത്തിൽ അങ്കുരിപ്പിച്ച് അതിനോട് രമിച്ച് അതിൽ നിന്ന് പിന്നെ ബോധത്തെ മറന്ന് പോയി ഇന്നലെയുള്ള വികാരം വേറൊരിടത്തെന്നുള്ളതേ ഉള്ളൂ. ആഫ്റ്റർ ഓൾ വി ആർ സെയിം. ശരിയല്ല, ശരിയല്ല. ഇത്രയേ ഉള്ളൂ ഈ പഠിത്തം. ഇത് പ്രകാരാന്തരേണ മാറി മാറി അർജുനനെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഏതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്താൽ കാര്യം നേടി. ഞാനിത് ഇങ്ങനൊരു ആംഗിളിൽ പറയാം, അങ്ങനൊരു ആംഗിളിൽ പറയാം, അപ്പുറത്ത് വേറൊരു ആംഗിളിൽ പറയാം, ഇനിയും എത്രയോ ആംഗിളിൽ പറയാം. മനസ്സിലായില്ല? പറയാൻ ഇത് മാത്രമേ ഉള്ളൂ, പഠിക്കാനും ഇത് മാത്രമേ ഉള്ളൂ. ഇത് എളുപ്പമാണ്. നിങ്ങൾ ഇത്രയും കാലം കേട്ടത് തന്നെയാണ് ഇപ്പൊ പറഞ്ഞത്. പക്ഷേ ഇപ്പൊ ഇതുപോലുള്ള നേരത്തെ കേട്ടിരുന്ന ഞാൻ രക്ഷപ്പെട്ടതിനെ ഇപ്പൊ തോന്നും. ഇറങ്ങിക്കഴിയുമ്പോ ഇതും മറന്നു പോകും. ഇത് ഇത്ര എളുപ്പത്തിൽ മനസ്സിലാക്കി തരാവുന്ന ഫോർമുല സ്വാമിയുടെ കയ്യിൽ ഉണ്ടായിട്ട് മുമ്പ് ഈ ഫോർമുല പറഞ്ഞപ്പോൾ വത്സൻ ഉറങ്ങുകയായിരുന്നു. ഈ ഉറക്കല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറ്റേ ഉറക്കമല്ല, ഉറങ്ങുകയായിരുന്നു. പക്ഷെ ഇത് കിട്ടിയപ്പോൾ ഒരു വെളിയായി. പക്ഷെ ചെയ്യാൻ പോകുന്ന സമയത്ത് ഇത് സ്മൃതിയിലേക്ക് വരണം. അത്രയും സിമ്പിളായി സാർ. ഇപ്പൊ കിട്ടിയ കുറി കിട്ടി. ഞാൻ വത്സനെ വെച്ചൊന്ന് അടിച്ചു നോക്കുന്നത് കാരണം എന്താ വെച്ചാൽ കാരണം വെച്ചാൽ ഉറങ്ങിയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സമ്മതിക്കില്ല. വത്സനാകുമ്പോൾ ഒരു പകുതി സമ്മതിക്കും. വത്സനും അയ്യരും ഒക്കെയാണ് പകുതി സമ്മതിക്കും. അവരൊക്കെ കുറച്ച് ഉറങ്ങാറുണ്ട്. അതുകൊണ്ട് അയ്യരിന്ന് പുറകില്ല, മുമ്പിലിരുന്ന് ഉറങ്ങണ്ടെന്ന് വെച്ചാൽ. ഷെയർക്കൊരു അബദ്ധമുണ്ട്, കസേരയിലാണ്. കസേരയ്ക്ക് ഉറക്കം വരികയല്ല. അതുകൊണ്ട് അയ്യർ ഉറങ്ങിയ കസേര അറിയിക്കും. അതിലുള്ള അതിന്റെ വ്യത്യാസം. അപ്പോ നമ്മളിതിന്റെ ആ ഒരു തലം പഠിക്കാൻ പോകുമ്പോൾ നമ്മുടെ ബോധത്തിലാണ് ഇത് അങ്കുരിക്കുന്നത്.
ആ ബോധത്തിൽ അങ്കുരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം എപ്പോഴും. അത് മനസ്സിലാക്കാൻ എളുപ്പം. നമുക്ക് വെളിയിലുള്ളതിലേക്ക് നമ്മുടെ ഈ ബോധം പോയി കഴിഞ്ഞാൽ അതിനെ സ്വീകരിച്ചു, ഇത് മറന്നു കിട്ടും, സിമ്പിളായി. അപ്പൊ ഉത്തമന്മാരായ രണ്ടും കാണാവുന്ന അശ്വപതി, ജനകൻ തുടങ്ങിയവർ ഇത് രണ്ടിനെയും കാണുകയും ആരോപ്യ വസ്തുവിനെ മറക്കുകയും അധിഷ്ഠാന വസ്തുവിനെ സാക്ഷാത്കരിക്കുകയും ചെയ്യും. അതാണ് എളുപ്പം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തു പറയുന്നു? മറ്റേ വഴി നമ്മുടെ ഈ പ്രക്രിയക്കിടയിൽ അത്ര സുഖരമല്ലെന്നാ തോന്നുന്നു. കാരണം നമ്മളിൽ മനസ്സുണ്ട്, ഇതിങ്ങനെ പൊന്തും. ശരിയാണ്, ഒരു കാര്യമില്ലെങ്കിലും ഒരു സാധനം കണ്ടാൽ പൊന്തും. അങ്ങനെ പൊന്തുന്നൊരു മൈൻഡ് ഉണ്ടെങ്കിൽ നിശ്ചയമായും അതും ഇതും കാണണം. പൊന്തുകേലാത്ത ശാന്തമായൊരു മനസ്സ്, അധിഷ്ഠാനം മാത്രമേ ഉള്ളൂ എന്നാണെങ്കിൽ സാമ്പ്രദായികത്വത്തിന്റെ ഒരു സ്പർശനം മാത്രമേ ഇനി വേണ്ടൂ. അതപ്പോൾ ഈ ക്ലാസ് ഇരുന്ന് പഠിക്കരുത്. ഗീതയ്ക്ക് അവർ യോഗ്യരല്ല. കാരണം അവർക്ക് ആ ഒരു സ്പർശനം കിട്ടിയാൽ ഗീതയില്ലാതെ ആ അനുഭൂതിയിലെത്താം. എന്നിട്ട് അവർ ഗീത പഠിപ്പിച്ചാൽ അതിന്റെ വ്യാഖ്യാനം ഇതിൽ നിന്ന് കുറെ കൂടി വരെയാണ്. അതടുത്ത അസംസക്തി പദാർത്ഥാഭാവനി തുര്യകയാണ്. സത്വവത്തി ഇല്ല അവർക്ക്. ഈ 4 ഭൂമികകൾ അവർക്ക് ഇല്ല. നിങ്ങളിൽ ക്ഷിപ്തങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഇല്ലെങ്കിൽ വെറുതെ പഠിച്ച് ക്ഷിപ്തം ഉണ്ടാക്കണ്ട. നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നുകയാണ്, സ്വാമി പറയുന്ന ക്ഷിപ്തമൊന്നും എനിക്ക് ഉണ്ടാകാറില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ ഉണ്ടാവില്ല. മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ പറഞ്ഞ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഭാഗവതം വായിക്കും, നാമം ജപിക്കുമ്പോൾ, ധ്യാനിക്കാനിരിക്കുമ്പോൾ ധ്യാനത്തിൽ ഇതൊക്കെയാണ് കയറി വരുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ പെട്ടെന്ന് പറഞ്ഞു അങ്ങനെയൊന്നും വരികയില്ലെന്നോ. അപ്പോ അങ്ങനെയുള്ള ക്ഷിപ്തങ്ങൾ വരുന്നുണ്ടെങ്കിൽ അശ്വതിയുടെ വഴി കൊള്ളാം, ജനകന്റെ വഴി കൊള്ളാം. ക്ഷിപ്തങ്ങളൊന്നും വരുന്നില്ലെങ്കിൽ വെറുതെ ക്ഷിപ്തങ്ങൾ ഉണ്ടാക്കിയിട്ട് നീ മനസ്സിലായില്ല ഇല്ലാതാക്കാൻ ശ്രമിക്കണ്ട. അസ്വസ്ഥമല്ലാത്തൊരു മനസ്സ് പോയി ചൊറിഞ്ഞ് അസ്വസ്ഥമാക്കുക ആവശ്യമില്ലാത്ത പണിയാണ്. അങ്ങനൊരു പണിയുണ്ട്. നിങ്ങൾ അസ്വസ്ഥമാണ്, ഞാൻ അസ്വസ്ഥമല്ല, എന്തിനാ വെറുതെ നിങ്ങൾ ശല്യമുണ്ടത്? നിങ്ങൾ കണ്ടറിയാം നിങ്ങൾ അസ്വസ്ഥമാണ്. കുറെ പ്രാവശ്യം പോയി ഇവൻ അസ്വസ്ഥനാകും. ഏറ്റവും ഒടുവിൽ ഇവൻ തന്നെ ഞാൻ അസ്വസ്ഥനല്ലെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഏതാണ്ട് അസ്വസ്ഥനായി കിട്ടും. അങ്ങനെ ഇത് പഠിപ്പിക്കാൻ പോകരുത്. ഇപ്പൊ ഞങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അസ്വസ്ഥയൊന്നും ഇല്ലാത്തിടത്ത് എന്ന് മനുഷ്യജീവിതം അസ്വസ്ഥമാണ്. സുഹൃത്തെ, ഞങ്ങൾക്കൊരു അസ്വസ്ഥതയില്ല. ഞങ്ങളിതുകൊണ്ട് സുഖമായിട്ടാണ് ജീവിക്കുന്നത്. അത് അജ്ഞാനമായിരിക്കാം, ജ്ഞാനമായിരിക്കാം. ഇപ്പൊ ഒരുമാതിരി മര്യാദയ്ക്ക് ഇവിടെ ജീവിച്ചു പോകുന്നുണ്ടോന്ന് സ്ഥലം കാര്യമാക്കി തന്നാൽ മതി. അങ്ങനെയല്ല, നിങ്ങൾ അസ്വസ്ഥമാണ്, നിങ്ങൾക്ക് അജ്ഞാനം കൊണ്ടാണ് അത് തിരിച്ചറിയാത്തത്, ഞങ്ങളത് തിരിച്ചറിയുന്നു, നീ തിരിച്ചറിയാഞ്ഞിട്ടാണ്, ഈ അജ്ഞാനം പോയാലേ നീ രക്ഷപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞ് ദക്ഷിണയും വാങ്ങിച്ച് കഞ്ഞിയും കുടിച്ച് അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോഴത്തേക്ക് ഇവൻ അസ്വസ്ഥൻ അല്ലെങ്കിലും അസ്വസ്ഥനാണെന്ന് ചിന്തിച്ച് ചെയ്യുന്ന പണിയൊക്കെ നിർത്തി ആലസ്യത്തിലാണ്ട് ധ്യാനവും ജപവും തുടങ്ങി അത് ഉറയ്ക്കാതെ നിന്ന് ആ അവസാനം കാരണം എന്താ വെച്ചാൽ അവൻ്റെ ഭാര്യയും പിള്ളേരും വഴിയാധാരമായി കഴിയുമ്പോഴേക്ക് ഇവനെ പിന്നെ കാണാൻ അങ്ങോട്ടില്ലല്ലോ, പിന്നെ അടുത്തവൻ്റെ അടുക്കലാണ് ഞങ്ങളുടെ പണി. അജ്ഞാനത്തിൽ പൂർണ്ണമായി നിൽക്കുകയാണെങ്കിൽ അജ്ഞാനം കുഴപ്പമൊന്നുമില്ല, അത് സുഖമാണ്, അത് ഉടനെ മാറ്റരുത്. അതിനിടയിൽ ഒരു അസ്വസ്ഥത നീ അജ്ഞാനം ഒന്ന് മാറ്റണം. അപ്പൊ ചെന്നൊരു അടി അടിച്ചാൽ നല്ലതാണ്. ഇരുമ്പ് പഴുത്തിരിക്കുമ്പോഴേ അടിക്കാവും, അല്ലാതെ അടിക്കുന്ന കൊല്ലൻ വിവരമില്ലാത്ത കൊല്ലനാണ്. ഇരുമ്പ് പഴുക്കുമ്പോൾ അറിയാം, അപ്പോൾ അടി കൊടുത്താൽ നല്ല ആയുധം കിട്ടും.
അത് അതാണ് പറഞ്ഞ് അധികാരി അനധികാരി ഇവരുടെ വിവേചനവും നടത്തണം. ഈ ദ്വൈതങ്ങളെല്ലാം സംഭവമാണ്. ഈ ദ്വൈതം എല്ലാം ഉണ്ട്. അപ്പോൾ അദ്വൈത സാക്ഷാത്കാരം എങ്ങനെ? അദ്വൈതം കൊണ്ട് ദ്വൈതബാധ എല്ലാം പോകുന്നു. പിന്നെ അതില്ല, ബാധയില്ല. അധിഷ്ഠാന സാക്ഷാത്കാരം കൊണ്ട് ആരോപ്യ നിവൃത്തി സംഭവിക്കുന്നു. അപ്പോൾ സംസാര ജാഗരണം എപ്രകാരം സംഭവിക്കുന്നു? ഈ പ്രശ്നത്തിന്റെ ഉത്തരം ജ്ഞാനകോടികൾ അനേകം, അപരോക്ഷജ്ഞാനം കൂടി അദൃഢം, ദൃഢം, ദൃഢതരം, ദൃഢതമം, അങ്ങനെ പല കോടികൾ. പരോക്ഷ തലങ്ങളിൽ ഈ അധിഷ്ഠാന സാക്ഷാത്കാരം സാധിക്കുമ്പോൾ സംസാര ജാഗരണം അവിടെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ജ്ഞാനകോടികൾ അനേകമുണ്ട് എന്നാണ് പറയുക. ജ്ഞാനത്തിന് പല തലങ്ങളുണ്ട്. ജ്ഞാനം വന്നാൽ ഒന്നായി എന്ന് പറയാമെങ്കിലും അതിൽ ഓരോ തലങ്ങൾ കടന്നു പോകുന്നുണ്ടെന്ന് ആചാര്യന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപരോക്ഷജ്ഞാനം തന്നെ, ഇനി അപരോക്ഷജ്ഞാനത്തെ പൂർണ്ണജ്ഞാനത്തെ എടുത്താൽ പോലും അദൃഢം, നല്ല ദൃഢമായില്ല, അറിയാൻ കാര്യമില്ല. കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷേ സ്വാമി പറഞ്ഞതൊക്കെ മനസ്സിലായി, എന്നാലും അതങ്ങ് പറയാൻ എനിക്കായിട്ടില്ല. എനിക്കൊരു അനുഭവം കിട്ടിയില്ല. അങ്ങനെ ചിലരെങ്കിലും പറയുമെന്ന് തോന്നുന്നു. ഇല്ല, ക്ലാസ് കേൾക്കുമ്പോൾ ഒക്കെ മനസ്സിലായി, ഇതാ സത്യം എന്നും മനസ്സിലായി. പക്ഷെ ഇവിടുന്ന് ഇറങ്ങി അവിടെ ചെല്ലുമ്പോൾ അത് സത്യമാണോ എന്നൊരു ശങ്കയുള്ളവരുണ്ട്. അത് വേറൊരു കൂട്ടൻ. ഇവിടെ വെച്ച് ഇതും ശരി, അവിടെ വെച്ച് അതും ശരി. ഇത് മാത്രമാണ് ശരി, അത് ശരിയല്ല എന്നറിയാം. പക്ഷേ അത് തെറ്റാണെന്ന് വേറൊരാളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ മാത്രം അനുഭവമായില്ല. ഒരു വെടിക്കുള്ള മരുന്നൊക്കെ കയ്യിലുണ്ട്, അത്യാവശ്യം മറുപടിയും പറയാം. അങ്ങനല്ലേ അങ്ങനല്ലേ എന്നോട് ചിരിക്കുന്ന എടാ, ഞാൻ നിന്റെ കാര്യമല്ലോ, ഞാൻ ജനറലാ പറയുന്നത്. പലയിടത്തും പോയി ഇപ്പൊ ടീച്ചറിന് മനസ്സിലായി. ടീച്ചർ പോയിരുന്നു അല്ലേ? അതും പറ. ടീച്ചറെ കത്തി മുഴുവൻ കേട്ടു. അതാ ടീച്ചറിന്റെ ആ ചിരിയിലൊരു അനുഭവയോഗ്യമായ ചിരി. അപ്പൊ ഇതിങ്ങനെ വരുന്നതാ. ആ അനുഭവവേദ്യമല്ലാതെ വരിക. വളരെ അദൃഢമായ അറിവ്. ദൃഢമല്ല, ദൃഢമായ അറിവ് ഉറച്ചു. എന്നാലും ഒരു പൂർണ്ണത പോരാന്നൊരു തോന്നൽ. ദൃഢതരമായ അറിവ്. അവിടെ താരതമ്യമുണ്ട്. ദൃഢതരം, ദൃഢം, ദൃഢതരം. ദൃഢതരം എന്ന് പറഞ്ഞാൽ മറ്റതിനേക്കാൾ ശ്രേഷ്ഠം. സോ ഒരു മറ്റതുണ്ട്, ദ്വൈതം പോയില്ല. ദൃഢതമം, ഇനി വേറെ ഇല്ല. ദാറ്റ്സ് ഫൈനൽ, സൂപ്പർലേറ്റീവ്. ഇങ്ങനെ ഇതിന് പ്രകാരഭേദങ്ങൾ. അപ്പൊ ദൃഢതമായാൽ കൂടി സംസാരബന്ധനത്തിൽ അസമർത്ഥനാകും. സംസാര ആ ബന്ധനത്തിൽ നിന്ന് മോചനത്തിന് അസമർത്ഥനാകും. കയറാണെന്ന് അറിഞ്ഞാലും കയറാണ് കിടക്കുന്നത്, എന്നാലും പാമ്പിനെ പോലെ കാണുന്നു. പാമ്പല്ല, പാമ്പിനെ പോലെ കാണുന്നു. ഇതിനെ അർത്ഥ സുഷുപ്തി എന്ന് പറയും. അത് നോക്കിയാൽ കാണാം. ശൂന്യ സാമാന്യ വിശേഷ ബോധത്തിലാ ജാഗ്രതത്തിൽ ഉണർന്നു വരുന്നത്. ചിലരെ ഉണർത്തുമ്പോഴും അവരെല്ലായ്പ്പോഴും ഒരുപോലെ ഇരിക്കും. സുഷുപ്തിയിൽ ചെന്ന് വിളിച്ചാൽ ചിലര് പൂർണ്ണപ്രജ്ഞരാണ്. ചിലരെ വിളിച്ചാൽ ഒരു ശൂന്യത്തിലേക്ക് അവരാദ്യം ഉണരുന്നത്. കിടന്ന സ്ഥലമൊന്നും അപ്പോൾ ഓർമ്മയുണ്ടാവില്ല.
അത് ഈ പിള്ളേരെ ഉറങ്ങിക്കഴിഞ്ഞെടുത്തുകൊണ്ട് കിടത്തും. എന്നിട്ട് പഴയ ആളുകൾ പറയും, ഉറക്കത്തിലാണെങ്കിലും ഒരു സ്വപ്നത്തിലാണെങ്കിൽ അവന് ബോധം ഉണ്ടാകണം എടുത്തുകൊണ്ട് പോകുന്നത്. വിളിച്ചിട്ട് എടുത്തുകൊണ്ടുപോയി കിടത്താവും, ഇല്ലെങ്കിൽ സ്വപ്നാംബുലിസവും ഒക്കെ തുടങ്ങും കുറെ കഴിയുമ്പോൾ. പഴയ ആളുകൾ നടത്തിയ ആചാരങ്ങളിൽ പലതിനും ഈ ഒരു തലത്തിൽ പ്രാധാന്യമുണ്ട്. ആ വിദ്യാഭ്യാസമൊന്നുമില്ല. പണ്ട് കുട്ടി ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ എടുത്തുകൊണ്ട് പോകുമ്പോൾ അമ്മ ഉറക്കമാണെന്ന് നോക്കില്ല, അവൻ ഉണരാതൊന്ന് വിളിക്കും, മോനെ ഗോപാലകൃഷ്ണ നമുക്ക് അകത്തെ മുറി കിടക്കാം. ആരോടൊന്നില്ലാതെ അമ്മയൊന്ന് പറഞ്ഞിട്ടേ ഇവനെ തോളെ കിടത്തുള്ളൂ. കണ്ടിട്ടില്ല? എന്തിനാ അത് ചെയ്യുന്നത്? കുറെ അന്ധവിശ്വാസം. ഇന്നുള്ളവരോ ഇവനെ അതേപടി പൊക്കിയെടുത്തുകൊണ്ട് കിടക്കും. അവൻ ഉണരുമ്പോൾ കിടക്കുന്നത് പുതിയ സ്ഥലത്താ, അവൻ കിടന്നത് വേറൊരു സ്ഥലത്താ. അപ്പം ഉറക്കത്തിലേക്ക് പോകുകയും ഉറക്കത്തിൽ നിന്ന് വരികയും ചെയ്യുമ്പോൾ രണ്ട് സ്ഥലത്താകുമ്പോൾ അവന്റെ പ്രതീത മനസ്സിന്റെ അതീത ഭാവങ്ങളിൽ ഈ ബോധം കടന്നു കയറും. കുറച്ചുനാൾ കഴിഞ്ഞിവനെ എടുത്തുകൊണ്ട് കിടത്തേണ്ടി വരികയില്ല, ഇവൻ കിടക്കുന്നിടത്ത് നേറ്റ് നടക്കാൻ തുടങ്ങും. മനസ്സിലായില്ല? അപ്പോഴിവനെ കൂട്ടി സൈക്കാട്രിസ്റ്റിന്റെ അടുക്ക പോകും. മരുന്ന് കൊടുത്താലൊന്നും മാറൂല. കാരണം ഇവൻ ഈ കിടന്നിടത്തുനിന്നല്ല ഏറ്റുവരുന്നതെന്നൊരു ബോധം ഇവനുണ്ട്. അതിവന്റെ അകത്തെ സുഷുപ്തിയിലേക്ക് ചെന്ന് വീണാൽ ഇവൻ ഏറ്റുനടപ്പ് തുടങ്ങും. ഇങ്ങനെ നമ്മൾ തന്നെ തുടങ്ങി വെച്ച സാധനം നമ്മൾ തന്നെ അഴിക്കാൻ നമുക്ക് പറ്റാതെ വന്നിട്ട് നമ്മൾ സൈക്കാട്രിസ്റ്റിന്റെ അടുക്ക പോവാ. അയാൾക്ക് നമ്മൾ തുടങ്ങി വെച്ചത് അറിയില്ലാത്തതുകൊണ്ട് അയാൾ തുടങ്ങിയിടത്തുനിന്ന് തുടങ്ങുകയാണ്. ഇത് വളരെ രസമാണ്. ഇത് കെട്ടിയവന് കെട്ടവിടിയാണെന്നറിയില്ല. കെട്ടാത്തവനെ കെട്ടഴിക്കാൻ കൊടുത്താൽ അവനിത് മുറിക്കുകയുള്ളൂ, അവനിത് എളുപ്പം അഴിച്ചു വിടണം. മനസ്സിലായില്ല? അവന് ക്ഷമയൊന്നുമില്ല. നിങ്ങൾക്ക് ക്ഷമയില്ലാത്തടത്ത് അവന് ക്ഷമയുണ്ടാവൂ. അവനെ കെട്ട് നേരെയും കണ്ടിക്കും. ശരിയല്ല? ഇതെല്ലാം കൂടെ കടുങ്കട്ടായി അവസാനം ഇത് കഷ്ണം കഷ്ണമായിട്ട് കൈ കിട്ടും. ഈ കഷ്ണം കഷ്ണമായ ജീവിതമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിനുള്ള വിദ്യാഭ്യാസം വേറെയാണ്. ഇതൊന്നും അറിയില്ല. മാറ്റാനുള്ള വഴി അവനെ പിന്നീട് ഉറങ്ങാൻ കിടക്കുന്നിടത്തുനിന്ന് ഒരു പ്രാവശ്യം വിളിച്ചിട്ട് കൊണ്ടുപോയിട്ട് മാറ്റി കിടത്തിയാൽ പിന്നെ അവന്റെ ബോധം തിരിച്ചു വരും. വളരെ സിമ്പിളാ വഴി. കാരണം അവനെ വിളിക്കാതെ എടുക്കരുത്. കേട്ടിട്ടില്ല ഇങ്ങനെയൊന്നും? മോളെ നീ അവനെ ഒന്ന് വിളിച്ചിട്ട് എടുത്തോണ്ട് പോകും. ഒന്നും ഉണ്ടായിരിക്കല്ലേ ഉറങ്ങിക്കിടക്കുന്ന കൊച്ചിനെ വിളിച്ചാല് ശരിയല്ല. കാരണം ഞാൻ MSc PhD ആണ്. തള്ളയ്ക്ക് എന്താ വിദ്യാഭ്യാസമുള്ളത്? MSc PhD ഉറക്കത്തെ പറ്റി എത്ര പുസ്തകം എഴുതിയിരിക്കുന്നത്? മനസ്സിലായില്ലേ? ജാഗ്രതയിലെ ദൃശ്യങ്ങൾ കൊണ്ടല്ലാതെ പുസ്തകം എഴുതാത്ത ഈ കോമാളികളെല്ലാം കൂടിയാണ് ഈ ലോകം ഇങ്ങനെ ആക്കിയത്. മനസ്സിലായില്ല? ജാഗ്രതത്തിന്റെ ലോകത്തിനപ്പുറത്ത് ഒരു വിവരവും കടന്നു ചെല്ലാതിരിക്കുകയും കടന്നു ചെല്ലേണ്ട വിവരത്തോട് മുഖം തിരിഞ്ഞിരിക്കുകയും ജാഗ്രതയിലെ വിവരങ്ങൾ കൊണ്ട് ജാഗ്രതതീതമായിരിക്കുന്ന കാര്യങ്ങളെ പഠിപ്പിക്കുന്ന പൂർവന്മാരോടും അതിൻ്റെ സംസ്കൃതികളുടെ അച്ഛനമ്മമാരോടും പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തിട്ട് അതിൻ്റെ അന്തസത്തയിൽ കിടക്കുന്നതായ ശാന്തിയെ തേടണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ആധുനിക ലോകം നടത്തിക്കൊണ്ടിരിക്കുന്ന ജൽപ്പനങ്ങളിൽ ഏറ്റവും അപകടകരമായിട്ടുള്ളത്. സെന്റൻസ് നീണ്ടതുകൊണ്ട് മനസ്സിലായി. ഏറ്റവും അപകടകരമായ തലം അതാണ്. അവരനുഭവിക്കുന്ന അനുഭൂതിയുടെ തലങ്ങളെല്ലാം ഇന്ന് അനുഭവിക്കണം. ജാഗ്രത അതീതമായ ലോകങ്ങളെ അവർ കണ്ടത് കാണാൻ നമുക്ക് കഴിവില്ല. ജാഗ്രത്തിന്റെ ലോകങ്ങളിൽ കാണുന്ന ദൃശ്യപ്രപഞ്ചങ്ങളോട് മാത്രം സഹവസിച്ചും എതിർത്തും അനുകൂലിച്ചും മാറി മാറി രൂപപ്പെടുത്തിയെടുത്ത സൈദ്ധാന്തികങ്ങളായ അറിവുകളെ ഉള്ളൂ എന്ന് തീരുമാനിക്കുകയും അതിനപ്പുറത്തുള്ള അറിവുകളോട് നിഷേധിക്കുകയും ചെയ്തിട്ട് അതിലൂടെ നേടുന്ന ശാന്തി നേടണമെന്ന് ആഗ്രഹിക്കുക. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഓരോ ഇന്ദ്രിയത്തിന്റെയും ദ്രവ്യാധിഷ്ഠിത അറിവുകൾക്കപ്പുറത്തെ സുഷുപ്തിയുടെ ഒരു അധിഷ്ഠാനമുണ്ട്. അത് കാണണം. അതറിയുമ്പോഴാണ് ആരോഗ്യം പോകുന്നത്. ഓരോന്നിനുമുണ്ട്.
ഭാഗ്യം കൊണ്ട് അധിഷ്ഠാനത്തിൽ ഉറയ്ക്കാൻ കഴിഞ്ഞാൽ ആരോഗ്യം പോവുകയും ആരോടും പ്രതികാരമില്ലാതായി സിമ്പിളായി കിടന്നു പോവാം. ഇതിലെത്തിക്കഴിയുമ്പോൾ അതിൽ ദൃഢവും ദൃഢതരവും ദൃഢതമവുമായാൽ പിന്നെ ശാന്തിയായി. ഇതൊരു ഭാഗ്യം കൊണ്ടാ കിട്ടുന്നതെന്നാണ് പൊതുവെ ആചാര്യന്മാർ പറയുക. ഞാൻ ആ പദം ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. ഈശ്വരാനുഗ്രഹാദേവ പുംസാം അദ്വൈതവാസന മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യദതി സിദ്ധായി എന്ന ഗീതയിലൊരു ശ്ലോകമുണ്ട്. ശാസ്ത്രങ്ങള് വളരെ മനോഹരമായി പഠിപ്പിക്കുന്ന അനുഭവസമ്പന്നന്മാരായ ആചാര്യന്മാർ ഒട്ടേറെ ഉണ്ടാവും. അവരുടെ അടുക്കൽ ചെന്ന് അവരെ കാണാൻ ഭാഗ്യമില്ലാതെ വരുന്നതുകൊണ്ട് നിങ്ങളിവിടെ വന്നിരുന്ന് കേൾക്കുന്നു. പറഞ്ഞ മനസ്സിലായി? ഇവിടെ വന്നിരുന്ന് കേൾക്കുന്നു. ഭാഗ്യമുണ്ടെങ്കിൽ അവരെയാണ് പോയി കാണുന്നതെങ്കിൽ കാണുമ്പോഴേ ഇതങ്ങ് അനുഭവമാവും. അതുകൊണ്ട് ഇത് കേൾക്കേണ്ടി വരുന്നു, അപഗ്രഥിക്കേണ്ടി വരും. ഇത് പറയുന്നത് പോലെ അപഗ്രഥിക്കാൻ കഴിയുന്നത് ഭാഗ്യം കൊണ്ടാണ്. മനസ്സിലായില്ല? പറയുന്ന വാക്ക് കേട്ടിട്ട് നിങ്ങളുടെ വാസനകൾ പൊന്തി വന്ന് അതിലപഗ്രഹിച്ച് വേറൊരു ലോകത്തേക്ക് പോയി സ്വാമി പറഞ്ഞത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നിങ്ങൾ രണ്ടുപേർ തമ്മിൽ വഴക്കടിക്കാനാണ് ഒരുങ്ങുന്നതെങ്കിൽ അത് വേറൊരു തരം ഭാഗ്യമാണ്. മനസ്സിലായില്ല? കേട്ടത് ഒരേ സാധനമാണ്. ഞാൻ കേട്ടത് ഇങ്ങനെയാണ്, അങ്ങനെ അല്ല പറഞ്ഞത്, എനിക്കാണ് അറിയാവുന്നത്. നിന്നെ ഞാൻ വിളിച്ചിട്ട് ഇന്ന് വന്നതാണ്, നീ ഇന്നാണ് ഈ ക്ലാസ് കേൾക്കാൻ വരുന്നത്. ആ നീ കഴിഞ്ഞ 15 കൊല്ലമായി ഈ ക്ലാസ് മുഴുവൻ ടേപ്പിലെടുത്ത് പുസ്തകമായി പ്രിന്റ് ചെയ്യുന്ന എനിക്കറിയുന്നിടത്തോ നിനക്കറിയുമോ? സംഗതി മാറി. ക്ലിയറായി? പ്രഥമമല്ല ന്യായത്തിലാവുമ്പോൾ ബാക്കിയുള്ളവർക്ക് കുഴപ്പമില്ലാതെ മനസ്സിലാക്കാം. ഇവർ ചിരിക്കുന്നുണ്ടെങ്കിലും ടീച്ചറൊക്കെ കാര്യമുണ്ട്, ഇവൻ ഇത്രയാണെങ്കിൽ എനിക്ക് എത്രയായിരിക്കും. അപ്പോ അതാണ് തലം. അതിനൊരു ഭാഗ്യമാണ്. അതിൻ്റെ ആ ശാസ്ത്രം, അതിലെ അധിഷ്ഠാനം മാത്രം കാണാൻ കഴിയുക. ശാസ്ത്രത്തിനപ്പുറമുള്ള ആരോപത്തെ കണ്ടാൽ, ബോധത്തിനപ്പുറമുള്ള ആരോപത്തെ കണ്ടാൽ, ആരോപ്യ വസ്തുവുമായി മമതയുണ്ടായാൽ, ഇത് പലതരത്തിൽ വരാം. ആരോപ്യത്തോടുള്ള പ്രിയം, ശബ്ദപ്രിയം വരാം, രൂപപ്രിയം വരാം, ഇങ്ങനെ പലതരം പ്രിയം ഇന്ദ്രിയങ്ങൾക്ക് വരാം. അതിൽ ആരോപ്യത്തിലാണ് കുടുങ്ങിയതെങ്കിൽ കുഴഞ്ഞു. അതുകൊണ്ടാണ് ഭാഗ്യം എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയറായി? ഒരു ഭാഗ്യം കൊണ്ട് മാത്രം അദ്വൈത വാസന ഉണ്ടാകും. അപ്പൊ ആ വാസന വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മാത്രം കേൾക്കാനുള്ള ത്വരയുണ്ടാവും. എന്തു മുടക്കി അത് കേൾക്കും. മറിച്ച് നിങ്ങൾ പ്രിയം കിടക്കുന്നത് ആരോപ്യ വസ്തുവിലാണെങ്കിൽ അത് വാങ്ങിക്കാനോടും. ഇതൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നതിനിടയിലാണ് താഴെ സാരിക്ക് വില കുറച്ച് കൊടുക്കുന്നു എന്ന് കേട്ടാൽ സമയം ലഭിക്കില്ല, അടുത്ത ആഴ്ചത്തെ ക്ലാസ് കേൾക്കാൻ പോകും, നേരെ പോയി വാങ്ങിക്കാം. ഇപ്പോ സ്വാമിയും ഈ ആരോപ്യ വസ്തുവിലാണ് കൊടുക്കുന്നതെങ്കിൽ, സ്വാമിയുടെ ഒരു ആരോപ്യ വസ്തുവാണ് ക്ലാസ് എങ്കിൽ സ്വാമിക്ക് ദേഷ്യം വരും. പിടിയവനെ 2 ഇടി വെച്ചു കൊടുക്കും. ഇനി മേലാൽ അവനെ ഈ ഇതിനകത്ത് ഗേറ്റിനകത്ത് കയറ്റരുത്. അപ്പൊ സ്വാമിയും ആരോപ്യ വസ്തുവിലാണ്. ക്ലാസ്സിന് വന്നിട്ട് സാരി മേടിക്കാൻ പോയി. മറിച്ച് തിരിച്ചാണെങ്കിൽ ഭാഗ്യം ഉണ്ടെങ്കിൽ പറയും, ആട്ടെ അത് ശാന്തമായല്ലോ, ഇനി ഒരു 2 ആഴ്ചത്തേക്ക് വീട്ടിലുള്ളവർക്ക് കിടന്നുറങ്ങാമല്ലോ, എന്നാലും മേടിക്കുന്നവിടെ എന്ന് പറയാനൊരു തമാശ പോലെ കഴിയണമെങ്കിൽ ഒരു ഭാഗ്യം വേണം. ഭാഗ്യമാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട ഘടകം. അദൃഷ്ടം, അതിന് വേറൊരു പദമാണ് അദൃഷ്ടം. അത് പൂർവപൂർവ പുണ്യകർമ്മങ്ങളുടെ ഫലമാണ്.
അതുണ്ടാകാൻ ഇനി പുണ്യകർമ്മങ്ങൾ കൊണ്ടേ പറ്റൂ. പുണ്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യൂ എന്ന് വെച്ചാൽ ഭാഗ്യം ഇങ്ങനെ വരാൻ തുടങ്ങും. പാപങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ദൗർഭാഗ്യങ്ങൾ തുടരെ വന്നുകൊണ്ടേയിരിക്കും. ഏത് തലം അറിവ് നേടിയാലും ഈ ഒരു ഭാഗ്യം വേണം. കർമ്മം കൊണ്ട് പാകം വന്ന് അന്ധക്കരണം ശുദ്ധമായിരിക്കണം. ശുദ്ധ അന്ധക്കരണത്തിൽ മാത്രമേ ഈ അറിവ് വന്ന് വീഴൂ. അന്ധക്കരണം ശുദ്ധമായാലോ ഏത് അവശ്യം അറിയേണ്ടതാണോ പ്രകൃതി അറിയിക്കും. അന്വേഷിച്ച് മെനക്കെടണ്ട. ഓടി നടക്കണ്ട. എപ്പോഴാണോ ആവശ്യം, ബോധതലത്തിന്റെ എല്ലാ അംശാംശങ്ങളിലും അത് ബോധിക്കും. അങ്ങനെ അറിയുമ്പോഴാണ് സുഖമുണ്ടാകുന്നത്. നിങ്ങളുടെ പ്രസിഡന്റ് രാഷ്ട്രീയക്കാരനായിരുന്നെങ്കിൽ തൃപ്പൂണിത്തറ സ്റ്റേജിൽ അയാളുടെ സുഖത്തിലൂടെ ഓടുന്നതിനിടയിൽ പ്രോട്ടോക്കോളുകളും സുഖങ്ങളും കാരണം ആ കോളേജിലെ വിദ്യാർത്ഥികളെയും പ്രിൻസിപ്പലിനെയും അറിയാതെ പോകും. മനസ്സിലായില്ല? നിങ്ങളുടെ പ്രിൻസിപ്പൽ രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ട്, ശാസ്ത്രജ്ഞനായതുകൊണ്ട്, അയാളുടെ മനസ്സ് സൂക്ഷ്മമായതുകൊണ്ട് പ്രിൻസിപ്പലിന്റെ അസാന്നിധ്യം അയാൾക്ക് ബോധ്യമായി. വിളിച്ച് കയറ്റി ഇരുത്തിയിട്ടേ അയാൾ തൃപ്തനായുള്ളൂ. വായിച്ചില്ല. അടുത്ത ഇലക്ഷൻ ഫേസ് ചെയ്യേണ്ട മുഖ്യമന്ത്രിക്ക് ആ വിവരം കിട്ടിയില്ല. കാരണം അയാൾ രാഷ്ട്രീയക്കാരനാണ്, അയാൾക്ക് അന്ധതയുണ്ടാവും. മനസ്സിലായില്ല? സഹജ സാമാന്യ മര്യാദകളെല്ലാം ഒരറിവായിത്തീരുന്നത് അദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ അടുക്ക ചെന്നത് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. ചുറ്റുമെല്ലാം ആലവാലങ്ങളാണ്. ശരിയാണ്. മറ്റവർക്കൊക്കെ സിൽബന്ധികൾ ഉണ്ടാവും. അതിൻ്റെ നടുക്കും അറിയേണ്ടത് അയാൾ അറിയുന്ന ഒരറിവ് രൂപാന്തരപ്പെടുന്നത് വ്യക്തിയിലെല്ലാം ഇങ്ങനൊരു രൂപാന്തരപ്പെട്ടാൽ അവൻ ഭാഗ്യമുള്ളവനാണ്. ഇന്ന സ്ഥലത്തെത്തുമ്പോൾ ഈ കർമ്മം, ഈ വസ്തു, ഇത് അപകടകരമാണ്, ഇത് ഗുണകരമാണ് എന്ന അറിവ് പുസ്തകത്തിലും പഠിപ്പിലും ദൃശ്യങ്ങളിലും അല്ല ഇരിക്കുന്നത്, തൻ്റെ അവബോധത്തിലാണിരിക്കുന്നത്. പ്രകൃതി അതിനെ തരുന്നത് അറിവിനോടുള്ള നിങ്ങളുടെ സമീപനങ്ങളിൽ നിന്നാണ്. മനസ്സിലായില്ല? ഇങ്ങനൊരു സാധനം ഇതുള്ളത് കൊണ്ട് ജനകനും അശ്വപതിയും ഒക്കെ ഇതറിഞ്ഞു. അതിനനുസരിച്ച് പെരുമാറി. അപ്പോ അർത്ഥസുഷുപ്തി എന്ന് പറയുന്ന സത്വാപത്തിയിൽ ഇങ്ങനെയാ കാണുന്നത്. ഇതിനുശേഷം അസംസക്തി എന്ന ഭൂമിക, 7 ഭൂമികകളിൽ ഈ ഭൂമികയെ സുപ്താവസ്ഥ എന്ന് പറയും. അർദ്ധസുപ്താവസ്ഥയാണ് സത്വാപത്തി. സുപ്താവസ്ഥ എന്ന് പറയും. ഇതിനെ സാ നിശ പശ്യതോ മുനെ എന്ന പ്രഥമ ഉദാഹരണം. ഏതുവരെ ജഗത്തയാൾ നോക്കിക്കണ്ടാലും അല്പം പോലും സംസക്തി ഒരിടത്തുമില്ല. അതുകൊണ്ട് ഒരാളുടെ മേലും അല്പം പോലും ദേഷമില്ല, ശോകമില്ല, മോഹമില്ല. അപ്പോ
ഒരാളോടും യാതൊരു ദ്വേഷമോ രാഗമോ ഇല്ല, ദയയുമില്ല, പ്രത്യേകിച്ചൊരു ദയയുമില്ല. അപ്പൊ ദുഃഖത്തിൽ ശോകവും സുഖത്തിൽ പ്രസന്നതയും ഉള്ളവനാണ് ദയ ഉണ്ടാവുന്നത്. അപ്പോൾ പ്രാണികളുടെ ദുഃഖനിവൃത്തിയും സുഖപ്രാപ്തിയും ആശിച്ച് ദയുണ്ടാവും. ഇതതുമില്ല. ഇതാണ് അടുത്ത ഭൂമിക, അസംസക്തി ഭൂമിക. രാഗദ്വേഷം സർവഥാ അവിടെ ഇല്ലാതാവുന്നു. അതുകൊണ്ട് ദുഃഖനിവൃത്തി സുഖപ്രാപ്തി രണ്ടിലും പ്രവർത്തനം നിലയ്ക്കുന്നു. അങ്ങനെയുള്ള മഹാപുരുഷന്മാർ പ്രാരബ്ധവശാൽ അവരുടെ മുഖകമലത്തിൽ നിന്ന് എന്തെങ്കിലും പുറപ്പെട്ടാൽ അത് സംസാരികളെ സംബന്ധിച്ചിടത്തോളം ആശീർവാദം അഥവാ ഉപദേശമായി തീരുന്നു. അത് ഒരു കൂട്ടരാണ്. ആ സമയത്ത് അവർ എന്തു പറഞ്ഞാലും അത് ഉപദേശമാണ്, അത് ആശീർവാദമാണ്. എന്നൊരു കഥ തന്നെയുണ്ട്, ഇതായിട്ട് പറയുന്നൊരു കഥ തന്നെയുണ്ട്. അങ്ങനൊരു ആചാര്യനെ കാണാൻ ഒരിക്കലൊരു വിദ്വാൻ പോയി. അയാൾ അവിടെ ചെന്ന് ഉപദേശമൊക്കെ കിട്ടിയിട്ട് വേണം. അപ്പോൾ ആചാര്യൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് തൻ്റെ ഇതിൽ നിന്ന് ഉണർന്നു വന്ന് ഇരിക്കുമ്പോൾ പെട്ടെന്ന് വേലക്കാരൻ പറമ്പിൽ നിന്ന് ചോദിച്ചു, ഇന്ന് കറിക്ക് എന്താ വേണ്ടേ? അപ്പോൾ അവിടെ കുമ്പളങ്ങ നിപ്പുണ്ട് എന്നിവൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഇദ്ദേഹം തിരിച്ചു കൂശ്മാണ്ഡം എന്ന് പറഞ്ഞു. കുമ്പളങ്ങ അവൻ കൂശ്മാണ്ഡം എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പം ഇങ്ങേരും തിരിച്ചു കൂശ്മാണ്ഡം എന്ന് പറഞ്ഞു. ചെന്നവൻ അത് ഉപദേശമായിട്ട് എടുത്ത് ഇവൻ പോയിരുന്നു കൂശ്മാണ്ഡം എന്ന് ജപിക്കാൻ തുടങ്ങിയെന്നാണ്. അങ്ങനെ അവന് മനസ്സമാനെത്തി. പിന്നെ അവൻ ആളുകൾക്ക് പലതും ചെയ്തു കൊടുക്കാൻ തുടങ്ങി. അപ്പോഴൊക്കെ അവൻ കൂശ്മാണ്ഡം എന്ന് പറഞ്ഞിട്ടേ ചെയ്തു കൊടുക്കും. അപൂർവ ഫലമൊക്കെ കിട്ടി. അപ്പോൾ ആളുകൾ ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ അവനൊരു ഉപദേശം കൊടുത്തല്ലോ കൂശ്മാണ്ഡം. അപ്പം അദ്ദേഹത്തിന് അറിയില്ല, അവന് മാത്രമേ അറിയുള്ളൂ ഇങ്ങനെ ഒരു ഉപദേശം തനിക്ക് തന്നിട്ടുള്ളതായിട്ട്. അപ്പോൾ അവർ ചെന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന് അതിൻ്റെ പ്രതീതമായ ജ്ഞാനമൊന്നുമില്ല. ഇങ്ങനെ വരുന്ന അവസ്ഥയുണ്ട്. ആ ഭൂമികയിൽ എത്തിക്കഴിഞ്ഞാൽ ചെല്ലുന്നവന്റെ പ്രതീതജ്ഞാനമെല്ലാം എന്ന് വരുന്ന അവസ്ഥ. രാഗവും ദ്വേഷവും ഇല്ല, ഒരുതരം മമതയില്ല, സുഖപ്രാപ്തിയോ ദുഃഖ പ്രാപ്തിയോ രണ്ടുമില്ല. പ്രാരബ്ധവശാൽ അവരുടെ പ്രാരബ്ധം പോയിട്ടില്ലെങ്കിൽ ജീവനോടെ എവിടെയൊക്കെ കാണും. വേറെ ഒന്നും നേടാനല്ല, വെറും പ്രാരബ്ധ കർമ്മങ്ങളെ തീർക്കുന്നതിന് വേണ്ടി മാത്രം. അങ്ങനെ പ്രാരബ്ധവശാൽ അവരുടെ മുഖകമലത്തിൽ നിന്ന് എന്തെങ്കിലും പുറപ്പെട്ടാൽ അത് സംസാരികളെ സംബന്ധിച്ചിടത്തോളം ആശീർവാദമായി, ഉപദേശമായി. കാഞ്ഞങ്ങാട് അങ്ങനെ ഒരു സ്വാമിജി ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. നിങ്ങൾ ആ പ്രദേശത്തുള്ളവർ കേട്ടിട്ടുണ്ടാവും. നിത്യാനന്ദ സ്വാമി. അദ്ദേഹം ഈ ഒരു സ്റ്റേജിലായിരുന്നു. അദ്ദേഹത്തെയാണ് ഉദാഹരണമായിട്ട് പെട്ടെന്ന് പറയാവും. ബോംബെയിൽ വജ്രേശ്വരി എന്ന സ്ഥലത്താണ് പിന്നീട് അദ്ദേഹം ചെന്നുപെട്ടത്, കാഞ്ഞങ്ങാട് നിന്ന്. വജ്രേശ്വരിയിൽ അദ്ദേഹത്തെ കാണാൻ ചെന്നത് ഒരു പക്കോട കച്ചവടക്കാരനാണ്. പക്കോടയാണ് അവിടുത്തെ ബോംബെയിലൊക്കെ ഈ ഭക്ഷണമായിട്ട് വിൽക്കുന്ന പക്കോട ഉണ്ടാക്കി വയ്ക്കും. പക്കോട എന്ന് കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഒനിയൻ പക്കോട, ആലു പക്കോട, കേട്ടിട്ടുണ്ടാവും. പാലക്ക് പക്കോട. പക്കോടയിൽ ഏറ്റവും രുചിയുള്ളത് പാലക്ക് പക്കോടയാണ്. അപ്പോൾ ഈ പക്കോടയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഈ പക്കോട കച്ചവടക്കാരൻ സ്വാമിയെ ചെന്നു. സ്വാമിജി ഇവനെ ഒന്ന് നോക്കി അനുഗ്രഹിച്ചു എന്ന് ഇവന് തോന്നി. അവൻ പക്കോട കച്ചവടം നിർത്തി. പിന്നെ ശാസ്ത്രം പഠിപ്പിക്കലായി. പിന്നെ ഒരു ദിവസത്തെ പ്രഭാഷണത്തിനും മറ്റും ലക്ഷങ്ങളാണ്. അങ്ങനെയാണ് ഫോറിനേഴ്സിനെ മുഴുവൻ അദ്ദേഹം ആകർഷിച്ചത്. മുക്താനന്ദ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. മുക്തേശ്വരിയും മുക്താനന്ദയും ഒക്കെ. മുക്താനന്ദ ശരിക്കും പക്കോട വിറ്റിരുന്നയാളാണ്. അവിടെ നിന്ന് കയറിയിട്ട് ഹോട്ടൽ താജിലും മറ്റും അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ് വെച്ചാൽ ഒരു ദിവസത്തെ കളക്ഷൻ ലക്ഷങ്ങളാണ്.
കാരണം ക്ലാസ്സിന് അത്രയും ഉന്നതരാണ് വന്ന് ഇരുന്ന് കേൾക്കുക. പക്ഷെ പഴയ പരിചയക്കാരെങ്കിലും കണ്ടാൽ ഈ പക്കോട കച്ചവടക്കാരൻ എന്ത് പഠിപ്പിക്കാനാണെന്ന് തോന്നും. വെറും പക്കോട കച്ചവടമാണ് അറിയുന്നത്. പക്ഷെ ആ ഉപദേശത്തിൽ അയാൾ വീണു, ആകൃഷ്ടനായി. സ്വാമിജിയുടെ ഏതോ ഒരു ഉപദേശം, അത് മുതൽ ഞാൻ അങ്ങ് തെളിഞ്ഞു. അതുവരെ ഉറങ്ങിക്കിടന്നിരുന്ന അറിവെല്ലാം വന്നു, പക്കോട വിസ്മൃതിയിലുമായി. അപ്പൊ ഇങ്ങനെയുള്ള മഹാപുരുഷന്മാരുണ്ട്. ഭാഗ്യം കൊണ്ട് അവരെ കാണാനിടയായാൽ, ഭാഗ്യം കൊണ്ട് കണ്ടാൽ തന്നെ ഭാഗ്യമുണ്ടെങ്കിൽ ഒരു കാണുന്ന ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ആ സമയത്ത് നിന്ദിക്കാനാണ് തോന്നിപ്പോകുന്നതെങ്കിൽ, നമ്മൾ പഠിച്ച ശാസ്ത്രത്തിൻ്റെയൊക്കെ വെളിച്ചത്തിൽ തീരെ വിവരമില്ലെന്നാണ് തോന്നിപ്പോകുന്നതെങ്കിൽ സംഗതി മാറി. അത്തരം ആളുകളുണ്ടല്ലോ. ആരാണെന്ന് നമുക്ക് തിരിച്ചറിയാനും പറ്റില്ല. നല്ലതെല്ലാവരെയും ബഹുമാനിച്ച് കടന്നു പോകുന്നതാണ് നല്ലത്. കാരണം കുഴപ്പമൊന്നും വരാനില്ല. കാരണം എവിടെയെങ്കിലുമൊക്കെ അത്തരം ആളുകൾ കാണും ലോകത്ത്. അപ്പൊ ഇദ്ദേഹം അങ്ങനെ ഒരാളായിരുന്നു, സ്വാമി നിത്യാനന്ദ എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലരെങ്കിലും, ചിലർ കണ്ടിട്ടും ഉണ്ടാവും. പ്രായമായവർ 30 കൊല്ലമായും തോന്നുന്നു അദ്ദേഹം സമാധിയായിട്ട്. 30 അല്ല, നിത്യാനന്ദ സ്വാമി സമാധിയായിട്ട് 50 കൊല്ലത്തോളമായി എന്നാ തോന്നുന്നു. വളരെ പ്രഗത്ഭനായ ഒരാചാര്യനായിരുന്നു ആ കാലഘട്ടത്തിലെ. ഒട്ടേറെ അത്ഭുതങ്ങളുണ്ട് അദ്ദേഹത്തെ പറ്റി. ഒരുപാട് അത്ഭുതങ്ങളുണ്ടല്ലോ. അതൊക്കെ എത്ര ശരിയാണെന്ന് എനിക്കും അറിയില്ല. ട്രെയിനിൽ ടിക്കറ്റ് ചോദിച്ച സമയത്ത് ട്രെയിൻ നിന്ന് പോയെന്നും, പിന്നെ അദ്ദേഹം പോക്കറ്റിൽ നിന്ന് എല്ലാ സ്റ്റേഷനിൽ നിന്നുള്ള ടിക്കറ്റ് എടുത്തു കൊടുത്തെന്നും, അന്നും ഒരു സ്വാമിമാർക്കൊക്കെ ട്രെയിനിൽ ഫ്രീ ആയെന്നും ടിക്കറ്റ് ചോദിക്കലാതായെന്നും ഒക്കെ ഉള്ള ഒരുപാട് കഥകൾ ഇങ്ങനെയുണ്ട്. തെറ്റാകാം, ശരിയാകാം. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് അത്ഭുത കഥകളുണ്ട്. കാഞ്ഞങ്ങാട് അതിൻ്റെ കേന്ദ്രവുമാണ്. കാഞ്ഞങ്ങാടും പരിസര പ്രദേശങ്ങളുമെല്ലാം. അദ്ദേഹത്തിൻ്റെ ഭാവഗാംഭീര്യത്തെക്കുറിച്ച് ഒട്ടേറെ അത്ഭുത കഥകൾ തന്നെയാണ്. അദ്ദേഹം ഇതുപോലുള്ള ഒരാളായിരുന്നു. ആശീർവാദം അല്ലെങ്കിൽ ഉപദേശം. ചില മനുഷ്യകൾ സത്വാവസ്ഥി ഭൂമികയിൽ കൂടി സ്വപ്നാവസ്ഥയെ മാനിക്കുന്നു. എന്നാൽ ഇതിന്റെ അപഗ്രഥനം വരുമ്പോൾ പൂർവാചാര്യന്മാരില് ഭരദ്വാജ വിശ്വാമിത്രാദികളൊക്കെ ഇവിടെ പഠിപ്പിക്കുമ്പോൾ അതിലെ ചില മനീഷികൾ അതിൽ പൂർണ്ണ സുഷുപ്താവസ്ഥയ്ക്ക് പകരം സ്വപ്നാവസ്ഥയെ കൂടി മാനിക്കുന്നു. എന്നാൽ അത് അർത്ഥസ്വപ്നം, അത് പഞ്ചമിയിൽ സ്പഷ്ടം. പദാർത്ഥ അഭാവനി. ഇനി നമുക്ക് പഠിക്കേണ്ടത് അതാണ്. 5 ഭൂമിക പഠിച്ചു. അപ്പോ പദാർത്ഥ അഭാവനി, ഇത് ഷഷ്ടഭൂമിക. സുഷുപ്താവസ്ഥയുടെ ഉദാഹരണമായാണ് ഇതിനെ ആചാര്യന്മാർ പൂർണ്ണമായി എടുക്കുന്നത്. മറ്റതിൽ അല്പം സ്വപ്നമുണ്ടെന്ന് പറയുക കൊണ്ട് പദാർത്ഥങ്ങളുടെ ഭാവന ഇല്ലാതാകുന്നു. അത് അറിഞ്ഞു കഴിയുമ്പോഴാണ് ഈ പ്രപഞ്ചം ഇല്ല എന്ന അദ്വൈത അനുഭൂതി വരുന്നതും. അതുവരെ പ്രപഞ്ചമുണ്ട്. പദാർത്ഥങ്ങളുടെ ഭാവന പോലുമില്ല. നമുക്ക് ഭാവനയല്ല, പദാർത്ഥം തന്നെയുണ്ട്. മറ്റത് പദാർത്ഥത്തിന്റെ ഭാവന പോലും എന്നല്ലേ പറയണ്ടേ? പിന്നല്ലേ പദാർത്ഥം ഉണ്ടാകും. അവരങ്ങനെ ഒരു ഭൂമികയിലായി. യോഗവാസിഷ്ഠം ഏറ്റവും ഭംഗിയായി പഠിപ്പിക്കുന്നത് ഈ ദൃശ്യ വിന്യാസങ്ങളെയാണ്. നല്ല ശാസ്ത്രജ്ഞന് പദാർത്ഥത്തിന്റെ ഭാവന പോലുമില്ല. കാരണം അവന് അനുഭവമുണ്ട്, പദാർത്ഥം ഇല്ല. അവൻ നിത്യനിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുക. ഇത് സൾഫ്യൂരിക് ആസിഡ്, ഇത് സിങ്ക് എന്ന് പറഞ്ഞ് പദാർത്ഥത്തെ ആചാര്യൻ പഠിപ്പിച്ചാൽ ശാസ്ത്രമറിയാവുന്ന വിദ്യാർത്ഥി രണ്ടും കൂടെ ചേർത്ത് സിങ്ക് സൾഫേറ്റും ഹൈഡ്രജനും കൊണ്ട് കൊടുത്തിട്ട് പറയും, എങ്ങനെയാണ് ആചാര്യ ഇത് സിങ്കാണെന്നും സൾഫ്യൂരിക് ആസിഡ് ആണെന്നും പറയുന്നത്? ഇത് തന്നെയല്ലേ സിങ്ക് സൾഫേറ്റും ഹൈഡ്രജനും? മനസ്സിലായില്ല. പദാർത്ഥത്തിന് ഇതാണ് സ്വഭാവമെങ്കിൽ യഥാർത്ഥത്തിൽ പദാർത്ഥമുണ്ടോ?
ചോദ്യം മനസ്സിലായില്ല. ഒരു പദാർത്ഥം ഇന്നതാണെന്ന് പഠിക്കാൻ പറ്റാത്ത വിധത്തിൽ സദാ സർവദാ അതിൽ നടക്കുന്ന ഭാവനാപൂർവമായ മാറ്റങ്ങളിലൂടെ അതല്ലാതായിത്തീരുന്നുണ്ടോ? അതിലേതാണ് അതിൻ്റെ ആരംഭം, അതിലേതാണ് അതിൻ്റെ അന്ത്യം? ചോദ്യം മനസ്സിലായില്ല. ഫിലോസഫി ചേരാതെ തത്വചിന്താ നിർദ്ദിഷ്ടമായ അനുഭൂതികളില്ലാതെ ശാസ്ത്രം പഠിക്കുമ്പോൾ മാത്രമേ ശാസ്ത്രത്തിന് നിലനിൽപ്പുള്ളൂ. ഇല്ലെങ്കിൽ ശാസ്ത്രം തന്നെ അശാസ്ത്രീയമാണ്. മനസ്സിലായില്ല. ശാസ്ത്രത്തിനുപയുക്തമായ, ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങൾക്ക് യുക്തമായ, ശാസ്ത്രത്തെ സൃഷ്ടിക്കുവാൻ യുക്തമായ യുക്തിയുടെ തലങ്ങളെ ശാസ്ത്രത്തിന് നേരെ തിരിച്ചാൽ ശാസ്ത്രം അശാസ്ത്രീയമായി തീരും. പിടിയിട്ടില്ല. അല്ല, ഒരു വസ്തു എടുത്തിട്ട് ഇത് ഇന്നതാണെന്ന് ശാസ്ത്ര കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ അതില് കാലം, ദേശം, രാസപ്രവർത്തനം മുതലായ ഏതെങ്കിലും ഒന്ന് നടന്നു പോയാൽ അത് അതല്ലാതായി തീർന്നു. ഇതെന്താണ് എന്ന് പറയാൻ കഴിയുന്നതിനെയാണ് ശാസ്ത്രമെന്ന് വിളിച്ച് ഇത് ഇന്നതാണ് എന്ന് ഉറപ്പിച്ചതും ശാസ്ത്രീയമാണ് ഈ കണ്ടുപിടുത്തമെന്ന് പറഞ്ഞതും. മനസ്സിലായില്ല. അതേ യുക്തി അതിനോട് അടുത്ത നിലയിൽ ചോദിച്ചാൽ വസ്തു അതല്ലാതായി. ശരിയല്ല, ശരിയല്ല. ഇത് ഇന്നതാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് പിള്ളേരൊക്കെ കാണാതെ പഠിച്ച് ഇത് കണ്ടാൽ തിരിച്ചറിയുന്നതാക്കി വെക്കുമ്പോൾ അതിനെ കാലം അതിന്മേലൊരു വര വരച്ചാൽ, ദേശം അതിന്മേലൊരു വര വരച്ചാൽ, ബോധം അതിന്മേൽ മാറ്റിയൊരു വര വരച്ചാൽ, വേറൊരു രാസപ്രവർത്തനം അതിന്മേലൊരു വര വരച്ചാൽ ഇത് ഇന്നതാണെന്ന് ശാസ്ത്രം സത്യം ചെയ്ത് പെട്ടിയിലാക്കി പൂട്ടിവെച്ച സാധനം പോയിട്ട് തിരിച്ചു വന്ന് എടുത്തു നോക്കുമ്പോൾ അതല്ല എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിന്റെ പേരിലാണ് പിന്നെ യുദ്ധം നടക്കുന്നത്. മനസ്സിലായില്ല, മനസ്സിലായില്ല. ശാസ്ത്രം ശാസ്ത്രത്തെ ഇല്ലാതാക്കും. എല്ലാവരും അലുമിനിയം പൈസകൾ ദക്ഷിണ തരണം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഒരു സ്വാമി. അദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാണ്, സിദ്ധനാണ്. രോഗങ്ങളൊക്കെ വന്നാൽ അദ്ദേഹം മരുന്നാണ് കൊടുക്കുക. അപ്പൊ അവിടുന്ന് ആശ്രമത്തിൽ തന്നെ അലുമിനിയം നാണയങ്ങൾ പ്രത്യേകം എടുത്തു വെച്ചിട്ട് കൊടുക്കും. ഒരു നാണയത്തിന് 100 രൂപ 200 രൂപയൊക്കെയാണ് ചാർജ്. നാണയമാണ്, ഗവൺമെന്റ് അടിച്ച നാണയമാണ് കൊടുക്കുന്നത്. അപ്പോൾ സ്വാമികൾ അത് കൊണ്ടുപോയി കൊടുത്താൽ ഉടനെ അവൻ കൊടുത്ത നാണയം തന്നെ സങ്കല്പിച്ച് പൊതിഞ്ഞ് സ്വർണ്ണ കടലാസിൽ പൊതിഞ്ഞ് കയ്യിൽ കൊടുക്കും. 3 ദിവസം കഴിഞ്ഞ് ഇത് കഴിച്ചോളൂ എന്ന് പറയും. വയറുവേദനയൊക്കെ പോവും, രോഗങ്ങളൊക്കെ പോവും. ദൈവം കൊണ്ടുപോയി വീട്ടിൽ വെച്ച് 3-ാം ദിവസം എടുക്കുമ്പോൾ ഒരു ഭസ്മം കിട്ടും. മനസ്സിലായില്ല. സ്വാമികൾ ഇത് പൊതിഞ്ഞു കൊടുത്തു വിടുന്നേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. 3-ാം ദിവസം അതിനൊരു ഭസ്മം കിട്ടും, കഴിക്കും, രോഗം മാറും. പെട്ടെന്ന് അത്ഭുതമാവും, ആളുകൾ ക്യൂവിൽ നിൽക്കും. പർഗോലാക്സ് എന്ന് പറഞ്ഞൊരു സാധനം, അലുമിനിയം നാണയത്തെ സ്വാമി തിരുമുന്നതവൻ കാണുകയില്ല, കൈയടക്കം കൊണ്ട്. മനസ്സിലായില്ല. സ്വാമികൾ ഭസ്മം ഇങ്ങനെ നുള്ളിയിടും, കുങ്കുമമായിട്ട് വീഴും. തൊട്ട് കഴിയുമ്പോഴേ ബുദ്ധിമുട്ടുകളെല്ലാം മാറും. അവിടെ ചെന്ന ഒരു വിദ്വാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതൊന്നും നോക്കിയിട്ട് ഒരു രക്ഷയില്ല പഠിക്കാൻ. 3-4 ദിവസം മെനക്കെട്ടു. അപ്പോൾ ഇവനിത് പഠിച്ചേ തീരൂ. അവനും സുഹൃത്തും കൂടി സ്വാമികളുടെ ധ്യാനത്തിലിരിക്കുമ്പോൾ നേരത്തെ കയറി എല്ലാ മുറിയും തപ്പി. അപ്പോൾ ലാൽ ചട്നിയും പർഗോലാക്സും കിട്ടി. സ്വാമികൾ ഉണരുന്നതിന് മുമ്പ് ഇത്തവണ ഇവർ പരിപാടി തുടങ്ങി. വന്ന ആളുകൾ മേടിക്കാൻ തുടങ്ങി. അപ്പം മുറിക്കാത്തൊന്നും കയറിയത് സ്വാമിക്ക് അറിയില്ല.
അപ്പോൾ സ്വാമികളോട് നേരത്തെ ചോദിച്ചിരുന്നത് എന്താണ് പരിപാടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊന്നും പറഞ്ഞുതരാൻ പറ്റില്ല, ഒരുപാട് തപസ് വേണം. അപ്പോൾ ഇവരോട് ചോദിച്ചു, കാരണം ഇവരിതുകൊണ്ടല്ല ചെയ്യുന്നറിയാം, നിങ്ങളെ പരീക്ഷിക്കാൻ വന്നതാണ്. അതുകൊണ്ട് കാരണം ഇതിങ്ങനെ അല്ലാതെ നിങ്ങൾ ചെയ്യുന്നത് ഏതോ ഒരു തട്ടിപ്പാണ്, അല്ലാതെ തപസ് കൊണ്ട് ചെയ്യാൻ അറിയാം, അതുകൊണ്ട് തന്നെ വന്നതാണെന്ന് പറഞ്ഞ് ഇവർ തിരിച്ചടിച്ചു. രണ്ട് സ്ഥലത്തും ശാസ്ത്രം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സിലായില്ല. ഏത് ശാസ്ത്രത്തെയും ആ ശാസ്ത്രത്തിന്റെ യുക്തി പൂർണ്ണമായി ഉപയോഗിക്കുമ്പോൾ അത് ഉണ്ടാക്കുന്നത് പോലെ തന്നെ നിരാകരണവും സംഭവിക്കുന്നു. മനസ്സിലായില്ല. പദാർത്ഥങ്ങൾ പദാർത്ഥമല്ലാതാകുന്നു. അപ്പോൾ പദാർത്ഥങ്ങൾ ഇല്ലാത്ത ഒരവസ്ഥയുണ്ടോ? പദാർത്ഥത്തിന്റെ ഭാവന പോലും ഇല്ലാത്ത ഒരവസ്ഥയുണ്ടോ? അഥവാ ശാസ്ത്രമാണോ പദാർത്ഥങ്ങളെ സൃഷ്ടിക്കുന്നത്, ഭാവനയാണോ സൃഷ്ടിക്കുന്നത്? പ്രപഞ്ചം ശാസ്ത്രത്തിന്റെ സൃഷ്ടിയാണോ ഭാവനയുടെ സൃഷ്ടിയാണോ? ശാസ്ത്രം തന്നെയും ഒരു ഭാവനാ സൃഷ്ടിയാണോ? മനസ്സിലായില്ല. ശാസ്ത്രം മാത്രമല്ല, എല്ലാം മനസ്സിന്റെ ഭാവനാ സൃഷ്ടിയാണ്. ഭാവനയാണ് ഉള്ളത്. ഈ ഭാവന ഇല്ലാതായാൽ ശാന്തമായി. മനസ്സ് മൃതമായാൽ ഭാവന ഇല്ലാതാവും. ഭാവനയിലാണ് രോഗം, ആരോഗ്യം, സുഖം, നിറം എല്ലാം. ഇത് അറിയുന്നത് പദാർത്ഥാഭാവനയിലാണ്. അവിടെ ഒരു പൂർണ്ണ സുഷുപ്തിയുടെ ലക്ഷണമാണ്. നാം കൺമുമ്പിലുള്ളതെല്ലാം കാണുന്നില്ല. അതുകൊണ്ട് കാഴ്ച നമ്മുടെ സൃഷ്ടികളാണ്. ആ കാഴ്ചയുടെ തലത്തെ നമ്മുടെ സൃഷ്ടികൾ. വഴക്ക്, വക്കാണങ്ങൾ, അമ്മ, അച്ഛൻ എല്ലാം ഭാവന മാത്രമാണ്. തൃപ്തിയും അതൃപ്തിയും ഒക്കെ ഭാവനയിൽ അധിഷ്ഠിതമാണ്. ചില കുട്ടികൾ എന്തിലും തൃപ്തരാവും, ചില കുട്ടികൾ ചിലതിൽ തൃപ്തരാവില്ല, ചിലർ ഒന്നിലും തൃപ്തരാവില്ല. വസ്തു എല്ലാവർക്കും മുമ്പിൽ ഒരുപോലാണ്. ശരിയല്ല. ചിലരെ വിളിച്ചു ഇന്നുണ്ട്, ചിലരെ വിളിച്ചു ഇന്നതുണ്ട്, വേണ്ട. അപ്പൊ തൃപ്തിയുടെയും അതൃപ്തിയുടെയും ലോകങ്ങൾ ഭാവനയിലേ ഉള്ളൂ, വസ്തുവിലില്ല. ശരിയല്ല. ശരിയല്ല. എന്റെ അതൃപ്തി എനിക്ക് ചുറ്റുമുള്ള വസ്തുക്കളിലോ എന്റെ ഭാവനയിലോ? അത് നല്ല രസമുണ്ട്. ചിലപ്പം ഒരു വസ്തു ചിലപ്പം വീട്ടിലെടുത്തു കൊടുക്കുന്ന സമയത്ത് വലിയ വഴക്കുണ്ടാകും. ഈ വഴക്ക് മൂത്തു വരുമ്പോൾ ഭർത്താവ് പറയാണ്, ഞാനെങ്ങൊന്നും മേടിച്ചതല്ല എൻ്റെ പിള്ളേ, ഞാൻ ഇന്നലെ ഓഫീസിൽ നിന്ന് വരുന്ന വഴി എൻ്റെ ഓഫീസിലെ ജോലിയുള്ള ഒരാളിൻ്റെ മരണം നടന്നു. അപ്പം നിന്റെ വീടിൻ്റെ അടുക്ക വരെ പോകേണ്ടി വന്നു, പെട്ടെന്നാ പോകേണ്ടി വന്നു. ഇനി പോരുമ്പോൾ നിന്റെ അമ്മ തന്നുവിട്ടതായി. ഈ സാധനത്തെയാണ് ആദ്യം എടുത്തെറിയാൻ തുടങ്ങിയത്. മനസ്സിലായില്ല. നിനക്കിത് വളരെ ഇഷ്ടമാകുമെന്ന് പറഞ്ഞ് നിന്റെ അമ്മ തന്നുവിട്ടതാണിത്. എന്തായിരിക്കും മാറ്റം? നല്ലതായത് മാത്രമല്ല, ഇത് നേരത്തെ പറയാത്തതിനൊരു വിലക്കായി. ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ ഈ സംഭവ സമയത്ത്. അപ്പൊ അതല്ലേ എന്റെ സത്യം. നിങ്ങൾ നേരത്തെ പറയണ്ടായിരുന്നോ? ശരിയല്ല. ഇതാണ് മനുഷ്യന്റെ മാറ്റം. വസ്തുവാണ് ദുഃഖത്തിന് കാരണമെങ്കിൽ വസ്തു അപ്പോഴും അത് തന്നെയാണ്. അമ്മ വന്നുവിട്ടതാകട്ടെ, കടയിലാകട്ടെ, പുറത്തുള്ളതാകട്ടെ, മാറ്റർ എന്ന് പറയുന്നത് അത് തന്നെയാണ്.
മനസ്സിലായില്ല? ഇപ്പൊ ദ്രവ്യാധിഷ്ഠിത ശാസ്ത്രങ്ങളൊന്നും പഠിച്ചിട്ട് ഒരു സംതൃപ്തിയുമില്ല. കാരണം ചില കുഞ്ഞുങ്ങൾക്ക് ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കും, വഴക്കുണ്ടാക്കും, അവനെടുത്തെറിയും. അപ്പൊ പോയി വേറൊരു സാധനം കൊണ്ട് കൊടുക്കും, അവൻ അതിലും ശക്തിയിൽ വലിച്ചെറിയും. അപ്പൊ പോയി വേറൊരു സാധനം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും, അവനത് ഇടിച്ചു പൊടിച്ച് കളയും. അവസാനം ഇവനെ നിങ്ങൾ ഇടിച്ചു പൊടിക്കാൻ തുടങ്ങും. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരാൾ ഈ കുഞ്ഞിനെ മേടിച്ചിട്ട് നിങ്ങൾ കൊടുത്ത് ആദ്യ സാധനം എടുത്ത് കൊടുക്കുമ്പോൾ അവൻ തൃപ്തിയോടെ കഴിക്കും. നിങ്ങൾക്ക് വല്ലാത്ത രോഷം ഉണ്ടാവും. മനസ്സിലായില്ല? ദ്രവ്യത്തോട് അവന്റെ ഭാവനക്കനുസൃതമായി അതിന് ലഭിക്കുന്നത് വരെ ദ്രവ്യലോകത്ത് നിൽക്കുന്നവൻ അശാന്തനാണ്. ശരിയല്ല? ശരിയല്ല? പുരുഷൻ സ്ത്രീയെ വിവാഹം കഴിക്കുന്നതും സ്ത്രീ പുരുഷനെ വിവാഹം കഴിക്കുന്നതും ആയ ആവശ്യവും ആ ദ്രവ്യവുമായുള്ള താരതമ്യത്തിലാണെങ്കിൽ ഇതെല്ലാം ഒന്നുപോലെയാണ്. ഇതിനെ പൊട്ടുപൊടിച്ചിട്ടും പൗഡർ ഇടിച്ചിട്ടും അലങ്കരിച്ചിട്ടും ഒന്നും ഒരു കാര്യവുമില്ല. മനസ്സിലായില്ല? ഈ ദ്രവ്യത്തിന് ഒരേ ഒരു ആവശ്യമേ ഉള്ളൂ, മറിച്ച് അതിന്മേലുള്ള ഭാവനയിലാണ് തൃപ്തി, ആവശ്യത്തിൽ പോലും അല്ല. റൈറ്റ്? ശരിയല്ല? ഭാവനയ്ക്ക് പൊട്ടുമൊക്കെ തൊടിച്ചു കഴിഞ്ഞാൽ ഇത് മാഞ്ഞു പോയി കഴിയുമ്പോഴേക്ക് ഈ ഭാവന പോകുന്നതോടെ വഴക്ക് തുടങ്ങും. അല്ലെ പിന്നെ ബ്യൂട്ടി പാർലർ വീട്ടിലാക്കേണ്ടി വരും. കാരണം ഒരു ദിവസം കൊണ്ട് 1000 രൂപയും കൊടുത്ത് കൊണ്ടുവന്ന് നിർത്തി കാണിച്ച് ഈ ഭാവനയിൽ ഇതുപോലൊക്കെ ഇരിക്കുമെന്ന് വിചാരിച്ചാണ്. കുളിച്ച് കഴിഞ്ഞപ്പോഴേക്കാണ് ഇപ്പം. ശരിയല്ല? എന്റെ സ്വരൂപം ഇപ്പോഴാ ഞാൻ കണ്ടത്. കബളിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അടിപ്പാഴ്ത്തലാണ്. അതുകൊണ്ട് ആഴ്ചയിൽ ഒന്ന് വെച്ച് എറണാകുളത്ത് ഡൈവോഴ്സാണ്. ഇതിന്റെ കാരണം അതാണ്. ഈ രൂപഭാവങ്ങളൊക്കെ വെച്ച് കെട്ടുമ്പോൾ ദ്രവ്യത്തിന് ഏത് അധിഷ്ഠാനത്തിലാണ് ഈ സ്വസ്ഥത കിട്ടുന്നത്? ഭാവനയിൽ. അത് പഠിക്കുന്നില്ല. ഇതിനൊരു പുസ്തകം തന്നെയുണ്ട്, ത്രിപുര രഹസ്യം. അത് ഈ പദാർത്ഥാഭാവനയുടെ ഏറ്റവും വലിയ ലോകമാണ്. ഞാൻ പറഞ്ഞതാണ് ഇവിടെ വേറൊരു സമയത്ത്. ഈ പദാർത്ഥാഭാവനി പറഞ്ഞപ്പോൾ പദാർത്ഥാഭാവന നമ്മൾ പല പ്രാവശ്യം എടുത്തു. ഈ ശ്ലോകത്തോട് ചേർത്തെടുക്കുമ്പോൾ കുറെ കൂടുതൽ പറഞ്ഞു എന്ന് മാത്രം. അന്ന് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ത്രിപുര രഹസ്യത്തില് ഒരു രാജകുമാരൻ ഒരു മുനികുമാരിയെ കല്യാണം കഴിച്ചു. ഓർമ്മയുണ്ടാവും. മുനികുമാരിയാണ്. അതിൽ പോയപ്പോ അപൂർവ സുന്ദരിയായൊരു മുനികുമാരി വിവാഹം കഴിച്ചു. ഇവളുടെ സൗന്ദര്യം കണ്ട് മതിമറന്ന രാജകുമാരൻ അവൾക്ക് വേണ്ടി പ്രത്യേകതരം കൊട്ടകൊത്തളങ്ങളൊക്കെ ഉണ്ടാക്കി, നല്ല മണിയറയുണ്ടാക്കി, അതില് എല്ലാ രത്നകമ്പളങ്ങളൊക്കെ വിരിച്ചു. രാത്രിയായി, ആദ്യ രാത്രിയാണ്. ഇയാൾ കയറി വരുമ്പോൾ ഇവിടെ തറയിൽ കിടന്നുറങ്ങുകയാണ്. ഈ പൂ വിരിച്ചതും വെള്ളം വെച്ചതും ഒക്കെ അവിടെ കിടക്കുകയാണ്. ഇയാൾക്ക് സഹിച്ചില്ല. ഇത്രയും സൗന്ദര്യമുള്ള തന്റെ കമിതാവ് ശിലയിൽ കിടക്കുന്നു. അപ്പൊ അവളോട് പറഞ്ഞു, ഈ സൗന്ദര്യമെല്ലാം, ഈ അഴകെല്ലാം മനോഹരമാക്കാനാണ് ഞാൻ ഈ സുന്ദര വസ്തുക്കളെല്ലാം ഒരുക്കിയത്. അവൾ ചോദിച്ചു, സുന്ദരമോ? അതെങ്ങനെ ഇരിക്കും? അപ്പൊ ഇയാളാകെ വിഷമിച്ചു. സൗന്ദര്യത്തെ എങ്ങനെയാ വർണ്ണിക്കേണ്ടത്? അയാൾ അറിയാവുന്ന ഉദാഹരണമൊക്കെ ആകാശത്തെ ചന്ദ്രനും അതും ഇതുമൊക്കെ ഗംഭീരമായിട്ട് പറയും. അങ്ങനെയാണല്ലോ ഈ കവിതാമയമായിട്ട് സൗന്ദര്യം പറഞ്ഞ് മനസ്സിലാക്കുക. അയാൾ ഇതൊക്കെ പറയാൻ തുടങ്ങിയപ്പം അയാളോട് പറഞ്ഞു, ഞാനോ സുന്ദരി? അയാൾ പെട്ടെന്ന് നോക്കിയപ്പോൾ പല്ലൊക്കെ പൊഴിഞ്ഞ്, മുടിയൊക്കെ നരച്ച്, കവിളൊക്കെ ഒട്ടി, കാലുകളൊക്കെ ശോഷിച്ച്, വൃദ്ധയായി, സ്തനങ്ങളൊക്കെ തൂങ്ങി, വികൃതമായൊരു രൂപം. ഒന്നേ അയാൾ കണ്ടുള്ളൂ. അയാൾ ആ മുറിയിൽ നിന്ന് ഓടിപ്പോയി നിലവിളിച്ചുകൊണ്ട്.
പുറകെ നിന്ന് തിരിച്ചു വിളിച്ചപ്പോ ഇപ്പോഴത്തെ ആളാണ്. കുമാര, ഇതിനെയാണ് അങ്ങ് സൗന്ദര്യം എന്ന് വിളിക്കുന്നത്. എനിക്കിപ്പോഴേ അറിയാം 25 കൊല്ലം കഴിഞ്ഞാൽ എൻ്റെ രൂപം ഇതാണ്. അതറിയാവുന്നത് കൊണ്ടാണ് ഇതിൽ കിടന്നാലും കിടന്നില്ലെങ്കിലും കുഴപ്പമില്ലാത്തത്. മനസ്സിലായില്ല? അതറിയാൻ മേലാത്ത ഭ്രമമാണ് എന്റെയും അങ്ങയുടെയും ദുഃഖം. മനസ്സിലായില്ല? ഇത് സത്വാപത്തിയുടെ അന്തിമ രംഗം. അതിൽ നിന്ന് പദാർത്ഥ അഭാവനയിലേക്ക്, പദാർത്ഥം തന്നെ ഇല്ലാത്ത, അതിന്റെ ഭാവന പോലുമില്ലാത്ത ലോകത്തേക്ക്. അതിലെത്തിയാൽ കിട്ടുന്ന ഒരു ശാന്തി. പണ്ടിതിന് വഴിയുണ്ടായിരുന്നു. വല്യമ്മമാരൊക്കെ വീട്ടിലുണ്ടായിരുന്നു. ഈ കൊച്ചുകുട്ടികളും മുതിർന്ന പെമ്പിള്ളേരും ഒക്കെ ഈ വല്യമ്മയെ കാണുമ്പോൾ തീരുമാനിക്കും, ഇങ്ങോട്ടാണല്ലോ ദൈവമേ എൻ്റെ യാത്ര. അന്ന് കൈവേദനയും കാലുവേദനയും ഒക്കെ ഇല്ലാതിരിക്കാൻ ഇപ്പം എങ്ങനെയാ മര്യാദയോടെ നടക്കേണ്ടതെന്ന് ചിന്തിച്ചിരുന്നു. ഇപ്പം 35 വയസ്സാകുമ്പോഴേ യൂട്രസിലും ഓവറിയിലും ബ്രസ്റ്റിലും ഒക്കെ ക്യാൻസർ വന്ന് ചാകുന്നത് കാരണം വല്യമ്മ ഇല്ലാത്തത് കൊണ്ട്, പെമ്പിള്ളേര് വല്യമ്മമാരെ കാണാത്തത് കൊണ്ട് 24 മണിക്കൂറും ഇതുപോലെ ഇരിക്കുമെന്ന് വിചാരിച്ച് ബ്യൂട്ടി പാർലറില്ല ഇരിക്കുകയില്ല. ചെറുപ്പക്കാരാണുങ്ങളാണെങ്കിലോ ഈ വല്യമ്മമാരുടെ മുല കുടിക്കുകയും വല്യമ്മമാരെ കാണുകയും അവരുടെ ഈ കറുത്ത രൂപം കാണുകയും അവരുടെ ആ വികൃതമായ ഭാവമൊക്കെ കാണുകയും ചെയ്യുന്നത് കൊണ്ട് വല്ല പെമ്പിള്ളേരെയും കണ്ടാലും ഹാലിളകാറില്ല. കാരണം ഇതൊക്കെ അങ്ങോട്ടാ പോകുന്ന, ഇപ്പൊ ഇതിനെ തൊട്ടാലും തൊട്ടില്ലെങ്കിലും കണക്കാണെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് പീഡനം കുറഞ്ഞിരുന്നു. മനസ്സിലായില്ല? പിടിയിട്ടില്ല. ഇത് കേട്ടാ ഒരു കുഴപ്പമുണ്ട്, ഇനി കാണുമ്പോൾ ഒരു അറപ്പ് തോന്നും. മനസ്സിലായില്ലേ? കാരണം ഈ ഭാവനയാണല്ലോ. ഇപ്പൊ ഇവളുടെ മൂക്കും ഇതൊക്കെ കാണുമ്പോ എന്താ പണ്ട് തോലം പറഞ്ഞ പോലെ, അന്നത്ത പോക്കി കുയിലൊത്ത പാട്ടി തിലപുഷ്പ മൂക്കി ദരിദ്ര ഇല്ലത്തെ യവാതുപോലെ നീണ്ടിട്ടിരിക്കും നയനദ്വയത്തിൽ. എല്ലാരും ഭാര്യയെ പ്രശംസിക്കുന്ന നീണ്ട കണ്ണുകൾ, എള്ളിൻപൂ പോലുള്ള മൂക്ക്, പിന്നെ ശരീരത്തിന്റെ അംഗലാവണ്യം, ഇതൊക്കെ വർണ്ണിച്ചപ്പം തോലനം തീരുമാനിച്ചു തന്റെ ഭാര്യയെ ഒന്ന് വർണ്ണിച്ചേക്കാം. അന്നൊത്ത പോക്കി, അന്നത്തെ പോലെ പോകുന്നവൾ. കുയിലൊത്ത പാട്ടി, കുയിലിനെ പോലെ പാടുന്നവൾ. തിലപുഷ്പ മൂക്കി, എള്ളിൻപൂ പോലെ മൂക്കുള്ളവൾ. അതിന്റെ അവസാനത്തെ അടിയാണ്. തിലപുഷ്പ മൂക്കി ദരിദ്രയില്ലത്തെ യവാതുപോലെ നീണ്ടിട്ടിരിക്കും നയനദ്വയത്തി. ദരിദ്രയില്ലത്തെ കഞ്ഞി, പറ്റില്ലാത്ത കഞ്ഞി, അത്രയും നീളമുള്ള കണ്ണ് എന്ന് പറഞ്ഞ പോലെ വർണ്ണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ? തീരെ ഇഷ്ടപ്പെടാൻ വഴിയില്ല. ഇങ്ങനെയൊക്കെ ആകുമ്പോ ഈ കാഴ്ചയുടെ ഭാവന മാറി. എപ്പോഴാണോ നമ്മുടെ ഭാവന നമ്മെ അധിഷ്ഠാനത്തിൽ നിന്ന് ആരോപ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്? മനസ്സിലായില്ല? അധിഷ്ഠാനമായ നമ്മുടെ ബോധം മറയുകയും ആരോപ്യമായ വസ്തുവിലൂടെ നാം സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ അധിഷ്ഠാനം മറക്കുന്ന വേളകളിൽ മാത്രമാണ് ദുഃഖങ്ങളും പ്രശ്നങ്ങളും സംഘർഷങ്ങളും. അധിഷ്ഠാനത്തെ ഓർത്താൽ ഇല്ല, ഇവിടെ വരുമ്പോ ഭാവനയില്ല. അപ്പോ ശസ്ത്രഭൂമികയിൽ സദാ സമാധിമഗ്നനാകുന്നു. അതുകൊണ്ട് പദാർത്ഥമില്ല. എപ്രകാരം സുഷുപ്തിയിൽ കാണാതിരിക്കുന്നുവോ അതുപോലെ സമാധിയിലും കാണാതിരിക്കുന്നു. പദാർത്ഥമേ ഇല്ല. അപ്പോൾ സുഷുപ്തിയിൽ സുപ്തനെ ആരെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് വിളിച്ചാൽ അയാൾ ഉണരും, ഉണർന്ന് എഴുന്നേൽക്കും. എന്നാൽ സ്വപ്നാവസ്ഥയിൽ നിന്ന്
താഴെ എത്തില്ല. അയാൾ ഉണരുമ്പോഴേ സ്വപ്നത്തിലാണ് വരുന്നത്. അപ്പോ യാതൊരുവനാണോ അങ്ങനെ അല്ലാതെ ആ അവസ്ഥയിൽ തന്നെ തുടരുന്നത്, അത് സമാധിയാണ്. സുഷുപ്തിക്ക് തിരിച്ചുവരവുണ്ട്. സുപ്തനെ ആരെങ്കിലും എഴുന്നേൽപ്പിച്ചാൽ എഴുന്നേൽക്കും. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചാൽ എഴുന്നേൽക്കും. സമാധിയിലില്ല. അങ്ങനൊരു പേരറിയാൻ മേലാത്തൊരു സ്വാമിയുണ്ട് ഈ ശസ്ത്രഭൂമികയിൽ എത്തിയ തെലുങ്കില്. ഒരു തെലുങ്കൻ സ്വാമിയുണ്ട്. ഇദ്ദേഹത്തിന്റെ പേരും നാടും ഒന്നും ആളുകൾക്ക് അറിയില്ല. അവർക്കൊന്നറിയാം അദ്ദേഹം തെലുങ്കിൽ നിന്നാണോ എന്നറിയാം. കാശിയിൽ പണ്ടുണ്ടായിരുന്നതാണ്. തൈലങ്ക സ്വാമികൾ. തെലുങ്കിൽ നിന്ന് വന്നവൻ, അതുകൊണ്ടാണ് തൈലങ്ക സ്വാമികൾ. കേട്ടിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന്റെ ജീവചരിത്രമൊക്കെ പുസ്തകമായിട്ടുണ്ട്. രാമകൃഷ്ണ മിഷനോ പബ്ലിഷ് ചെയ്യുന്നത് ഇല്ല. എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ, തെലുങ്കിൽ നിന്ന് വന്നയാൾ തൈലങ്ക സ്വാമികൾ. കേട്ടിട്ടില്ല? പേരാദ്യം കേൾക്കുകയാണ്. കേട്ടിട്ടില്ല? ഒരാള്. ഇതിന് പേരോ നാളോ ഒന്നും അറിയില്ല, ആർക്കും അറിയില്ല. അത് ഈ ഭൂമികയിലായിരുന്നുവെന്ന് അവിടുത്തെ ആചാര്യന്മാർക്കെല്ലാം അറിയാം. അവർ വളരെ ബഹുമാനത്തോടെ കണ്ടിരുന്നതാണ്. ആരെങ്കിലും കൊടുത്താൽ കഴിക്കും, കൊടുത്തില്ല കഴിക്കില്ല. ഒന്നും ചോദിച്ചു വാങ്ങിക്കില്ല. ഒരു സങ്കല്പവും ഇല്ല. അപ്പോ കാശിയിലെ ആളുകൾ അദ്ദേഹത്തെ വിശ്വനാഥനാണെന്ന് വിചാരിച്ചിരുന്നു. കാശി വിശ്വനാഥൻ തന്നെയാണെന്ന് വിചാരിച്ചിരുന്നു. ഒരു കാലഘട്ടം മുഴുവൻ കാശിയിൽ ചെന്നാൽ ഇദ്ദേഹത്തെ കാണാനാണ് ആളുകൾ ചെല്ലുന്ന മുഴുവൻ. അതിലും അദ്ദേഹത്തിന് താല്പര്യമൊന്നുമില്ല. അപ്പൊ ലോകം ഗതാനുഗതികമായതുകൊണ്ട് ഒരാൾ കണ്ടാൽ എല്ലാവരും കാണാൻ പോകും. അപ്പൊ പൂജ കഴിഞ്ഞ് അദ്ദേഹത്തെ അഭിഷേകം വരെ ചെയ്യാൻ തുടങ്ങി. അതിലും അദ്ദേഹത്തിന് യാതൊരു പ്രശ്നമില്ല. രാവിലെ അദ്ദേഹത്തിന്റെ തലയിലൊക്കെ നെയ്യഭിഷേകം, പാലഭിഷേകം ഒക്കെ ആളുകൾ ചെയ്യാൻ തുടങ്ങി ഒരു സ്റ്റേജായപ്പോൾ. കാരണം ആരോ ഒരാൾ പറഞ്ഞു കാശി വിശ്വനാഥനാണ്, ഒഴിക്കാൻ തുടങ്ങി. അവിടെ ഇരിക്കും. കണ്ണിലൂടെയൊക്കെ നെയ്യ് ഒഴുകി. ഒരു ഭാവമാറ്റവും. അങ്ങനെ ഒരാളുണ്ട്. പിന്നെ ആരൊക്കെയോ ഇടപെട്ടാണ് ആ ഒഴുക്കൊക്കെ നിർത്തിയത്. ആരൊക്കെയോ ഇടപെട്ടു അദ്ദേഹം. അങ്ങനെയുള്ള ആചാര്യന്മാർ, തൈലങ്ക സ്വാമികളെ പോലുള്ള ആചാര്യന്മാർ, ഉദാഹരണവും നിങ്ങൾക്ക് വേണമെങ്കിൽ അത്തരം ആളുകളും ഉണ്ട് എന്നുള്ളതിനാണ് പറഞ്ഞത്. ഇപ്പൊ സംസാര കാര്യത്തിൽ അവർ സുപ്തർ. സംസാരത്തിൽ അല്പം പോലും താല്പര്യമില്ല. അമ്മാതിരി മഹാത്മാക്കളിൽ നിന്ന് ഉപദേശവുമില്ല. അവർക്ക് പറയാനൊന്നുമില്ല. ചെന്ന് ആദേശിക്കണം, ഉപദേശിക്കണം എന്ന് പറഞ്ഞാൽ ഒന്നും ഉപദേശിക്കാനില്ല. ഒരു ലോകത്തെയല്ല. അവരുടെ ദർശനം തന്നെ പുണ്യമെന്ന് ഉത്തമന്മാർ കരുതുന്നു. ആ അവസ്ഥ സാനിശ പശ്യതോ മുനെ. ഇപ്പം 6 ഭൂമികകൾ കഴിഞ്ഞു. ഇനി 7ാമത്തെ ഭൂമിക തുരീയക. അത് മൂർച്ഛാവസ്ഥ, സുഷുപ്തിയും കഴിഞ്ഞുള്ള അവസ്ഥയാണ്. തുരീയകയിൽ നിത്യസമാധി. സമാധിയിൽ അയാളുടെ ഉത്ഥാനമില്ല. അയാളുടെ ഭോജനാദികളും നിന്നു പോകുന്നു. ഒന്നുമില്ല, ഭോജനവുമില്ല. ഇതുകൊണ്ട് മഹാത്മാക്കളുടെ കാര്യത്തിൽ ഇത് പ്രസിദ്ധം. ഏറ്റവും വലിയ മഹാത്മാക്കൾ ഈ അവസ്ഥയിലാണ്. തുരീയകയിൽ എത്തിയാൽ 20 ദിവസത്തിലധികം ജീവിതമില്ലെന്നും മറ്റും ചില ശാസ്ത്രങ്ങൾ പറയും. അപ്പൊ യോഗികൾ എങ്ങനെയാണ് ആയിരക്കണക്കിന് ജീവിച്ചത്? പഞ്ചമീ ഭൂമികയിൽ സങ്കല്പങ്ങളില്ല, അതുകൊണ്ട് അവ സമാപ്തം. അതാണ് അതിനുത്തരം. അവിടെയാണ് അങ്ങനെ ജീവിക്കുന്ന മഹാത്മാക്കൾ. പഞ്ചമീ ഭൂമികയിൽ, ഏതാണ്? സത്വാപത്തി ഭൂമികയിൽ. അവിടെയാണ് നൂറ്റാണ്ടുകളോളം ഒക്കെ ജീവിക്കുന്നതിനുള്ള ഭാവനയും ഇച്ഛാശക്തിയും ഒക്കെ രൂപപ്പെടുന്നതും ജീവിക്കുന്നതുമല്ല. അസംസക്തി അല്ല, അതെ, അസംസക്തി.
പഞ്ചമി ഭൂമികയിൽ അസംസക്തിയും കഴിഞ്ഞു വരുന്ന പദാർത്ഥാഭാവനയിലും തുര്യകയിലും സുഷുപ്തിയോട് ചേർന്ന് നിൽക്കുകയാൽ ഇത് മൂർച്ഛയുമായിരിക്കയാൽ ഇല്ല എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ന ജീവിതേ ഗൃധിം കുര്യാന്ന മരണേ, അയാൾക്ക് ജീവിതത്തിലോ മരണത്തിലോ ഇച്ഛയില്ല. ആറാമത്തെയും ഏഴാമത്തെയും ഭൂമികകളുടെ കാര്യം, ഇപ്പൊ സപ്തഭൂമികയിൽ സമാധി അത് സവിധ സമാധിയല്ല, സഹജ സമാധി. മന പ്രത്യക്ഷിത്തെ സവിധം അവിധായത്തമരുത, അത് സവിധ സമാധി. പുഷ്പദന്തൻ പറയും അതല്ല, ഇത് സഹജ സമാധി. യമനിയമപൂർവകം പ്രാണായാമാദികൾ ചെയ്ത് പ്രത്യാഹാരം വഴി ഉള്ള സമാധി, അതാണ് സവിധ സമാധി. അതൊക്കെ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. നമുക്കിനി അതേ വഴിയുള്ളൂ. കാരണം ജന്മാന്തര സുഹൃതം കൊണ്ട് കിട്ടേണ്ട സഹജ സമാധി പറഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ആ സമാധിമഗ്നനായാൽ ഇതൊന്നും പഠിക്കണ്ട, അല്ലാത്തവർ പഠിക്കണം. ഇപ്പൊ പശ്യൻ, ശൃണ്വൻ എക്സെട്ര എല്ലാം ഗീതയിൽ പറയും. ഇപ്പൊ സച്ചിദാനന്ദം മാത്രം ആത്മദർശനം, ഇതിനെ വെച്ചിട്ടാണ് പശ്യതോ മുനെ സംയമിയുടെ സ്വസാധനാസ്വരൂപ വർണ്ണനം. മുനി മനനശീലൻ, നിധിധ്യാസന കുശലൻ, മനന സ്വതന്ത്രൻ എന്നൊക്കെയുള്ള തലങ്ങളിലൂടെ ഗുരുമുഖത്തിൽ നിന്ന് വേദാന്ത ശ്രവണം നടത്തി തദനുരൂപം പാണ്ഡിത്യം നിർവിദ്യ ബാല്യേന തിഷ്ഠാസേത്. ബാല്യം ച പാണ്ഡിത്യം ച നിർവിദ്യാധ മുനിഹി. ആ മൗനം ച മൗന നിർവിദ്യാധ ബ്രാഹ്മണം എന്ന് ഗംഭീരമായി ശ്രുതി പറയും. അപ്പൊ പാണ്ഡിത്യം പണ്ഡ പരമാത്മവിഷയ ബുദ്ധി യസ്യ സാ പണ്ഡിതാഹ. ആത്മവിഷയകമായ ബുദ്ധി ആർക്ക് ശ്രവണ മനന നിധിധ്യാസനം വഴി ലഭിച്ചുവോ ആ ജ്ഞാനം അത് നേടുക ആദ്യം. എന്നിട്ട് അതിനെ മനനം ചെയ്ത് ശ്രവണപൂർവകമായ മനനം കൊണ്ട് നിധിധ്യാസനം വരുത്തി അങ്ങനെ നേടുന്നതാണിത്. അതിനെയാണ് ഒരു വഴി എന്ന് പറയുന്നത്. അത് സവിധ സമാധി, മറ്റത് സഹജ സമാധി. അതിനും വേദാന്ത ശ്രവണം അല്ലെങ്കിൽ വസ്തുതത്വം അറിയണം. അതിന് ഭാഷ ഗുരുവിൻ്റെതാണ്. പൊതുവിൽ ഒന്ന്, വ്യക്തികളോട് വേറൊന്ന്. അതുകൊണ്ട് സൂക്ഷിച്ച് സ്വയം പഠിച്ചാൽ അതിൻ്റെ തലം മനസ്സിലാവും. പക്ഷേ ആ ശ്രവണമില്ലാതെ പഠിച്ചാൽ ജ്ഞാനമില്ല. ഇതാണ് സമ്പ്രദായം എന്ന് പറയുന്നത്. ഇതാണ് ഗീതയിൽ 13-ാം അധ്യായത്തിൽ 2-ാം ശ്ലോകത്തിൽ 13-2 കണ്ടോ? ക്ഷേത്രജ്ഞം ചാഭിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. ക്ഷേത്രജ്ഞയോജ്ഞാനം യത്തജ്ഞാനം മതം മമ. അതിന്റെ ശങ്കര ഭാഷ്യത്തിൽ യാവ ചില ആചാര്യന്മാർ ഞാൻ ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും അറിയും, ഞാൻ സുഖിയാണ് ദുഃഖിയാണ് എന്നിങ്ങനെയെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അവർ ശ്രുതിക്ക് ഹാനി വരുത്തുകയും അശ്രുതമായതിനെ പറയുകയും ചെയ്യുന്നു. ശ്രുതിഹാനി അശ്രുത കൽപ്പനാംച കുറുവൻ. തസ്മാത് അതുകൊണ്ട് അസമ്പ്രദായ വിത്ത് സർവശാസ്ത്രവിദ് അഭി മൂർഖവത് ഏവ ഉപേക്ഷണീയ. അവരെ മൂർഖനെ എന്ന പോലെ ഉപേക്ഷിക്കണം, ഇല്ലെങ്കിൽ ഈ ജ്ഞാനം വരില്ല. അപ്പൊ ശ്രവണ ഉൽപ്പന്ന ജ്ഞാനം. വേദം ഒരു സാഗരമാണ്. പഠിക്കാൻ പോകുമ്പോൾ ഇതിൻ്റെ ഒരു അടുക്ക് കയ്യിൽ കിട്ടിയില്ലെങ്കിൽ പഠിക്കാൻ പറ്റില്ല.
അതുകൊണ്ട് പുരാണങ്ങളും ഇതിഹാസങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പുസ്തകം കൊണ്ട് വായിക്കാൻ പഠിക്കാമെന്ന് വിചാരിച്ചാൽ ഒന്നും ഒരു തുമ്പുവെത്തുമില്ല. അത് വായിക്കുന്നതിനുള്ള ഒരു കണ്ണടയുണ്ട്, അത് സാമ്പ്രദായികമാണ്. അതുകൊണ്ടാണിത് ശ്രവണപൂർവകമായി പഠിച്ചു പോകുന്നതാണ്, പരമ്പരയായി. ആ പരമ്പര എവിടെയെങ്കിലും കാണും. അച്ഛൻ മകൻ എന്ന നിലയിലോ ആചാര്യൻ ശിഷ്യൻ എന്ന നിലയിലോ രണ്ട് പരമ്പരകൾ ഇവിടെയുണ്ട്. നാരായണം പത്മഭവം വസിഷ്ഠം ശക്തിം ച തത്പുത്ര പരാശരം ച എന്ന പുത്രപരമ്പരയും ദക്ഷിണാമൂർത്തി സനൽ സുജാതൻ എന്ന ശിഷ്യ പരമ്പരയും. ഇങ്ങനെയുള്ള രണ്ട് പരമ്പരകളാണ് അന്നും ഇന്നും ഇത് പഠിക്കാനുള്ളത്. അതിൻ്റെ പാരമ്പര്യ വിജ്ഞാനത്തെ കിട്ടാതെ അവർ സൂക്ഷിച്ച പാരമ്പര്യ വിജ്ഞാനത്തിൻ്റെ കണ്ണികൾ രേഖപ്പെടുത്താതെ എഴുതി വച്ചിരിക്കുന്ന അറിവിനെ മാത്രം കയ്യിൽ കിട്ടിയതുകൊണ്ട് മറ്റൊരു ശാസ്ത്രം കിട്ടിയെന്നേ പറയാൻ പറ്റും. അതുതന്നെ അത്ഭുതത്തിനിടയായേക്കാം, അതുകൊണ്ട് ആഗ്രഹവും ജനിച്ചേക്കാം, പഠിക്കാനാവില്ല. ഒരു സാമ്പ്രദായിക ചരണമുണ്ട്, അതിലുപയോഗിച്ചിരിക്കുന്ന ലിംഗങ്ങൾ, അതിനെയാണ് ഭാഷ എന്ന് പറയുന്നത്, അവരുടെ പരമ്പരയിൽ മാത്രം പ്രകടമാകുന്നതാണ്. അത് വേറൊരാളുകൊണ്ട് വായിക്കുമ്പോൾ അബദ്ധത്തിൽപ്പെടും. ഗീതയൊക്കെ വായിക്കുമ്പോൾ തത്തളിയ എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ തോന്നുന്നത് അതിലെ ഭാഷയിൽ തന്നെ അതേ ശ്ലോകം വെച്ചാണ്. മനസ്സിലായില്ല? ഭഗവത്ഗീത ഒരു പുസ്തകമേ ഉള്ളൂ, അത് ഏത് ഗിരി വ്യാഖ്യാനിച്ചാലും ഒരു സാധനമേ ഉള്ളൂ. ശരിയല്ല? മനസ്സിലായില്ല? പക്ഷെ ഈ വ്യാഖ്യാനത്തിന് ഭേദം വരുന്നത് ഈ സമ്പ്രദായത്തിന്റെ വ്യത്യാസമാണ്. അപ്പൊ എങ്ങനെയാണ് ഈ അറിവിലേക്ക് കടന്നു ചെല്ലേണ്ടത്? അതിനൊരു സഭാമര്യാദയുണ്ട്. അതിലാണ് അതിന്റെ രഹസ്യം ഇരിക്കുന്നത്. അതിലെ വാക്കെടുത്ത് അപഗ്രഥിച്ചാൽ അപകടത്തിൽ ചെന്ന് ചാടും. അതെന്തിനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വിടും. അപ്പൊ എല്ലാ അറിവിനും സാമ്പ്രദായികമായൊരു തലമുണ്ട്. അതിന് രഹസ്യം എന്നാ പറയാ, ഗൂഢം. അത് ഇന്നാ കൂടുതൽ മനസ്സിലാകുന്നത്. ആരെങ്കിലും ഉണ്ടാക്കിയ ഒരു മരുന്നിന്റെ ഫോർമുല കിട്ടിയിട്ട് കാര്യമില്ല. അണ്ടർ വിച്ച് ടെമ്പറേച്ചർ, വിച്ച് പ്രഷർ, മനസ്സിലായില്ല, ഇൻ വിച്ച് പ്രപ്പോർഷൻ. പ്രപ്പോർഷനിലൊരു ചെറിയ മാറ്റം വന്നാൽ മരുന്നുണ്ടാക്കി കൊടുത്താൽ രോഗം മാറുമെന്ന് പറഞ്ഞു, മരുന്നിന്റെ പേര് വേണമെന്ന് പറഞ്ഞു, ഇതാ പിടിച്ചോളാൻ പറഞ്ഞ് എഴുതി കൊടുത്തു. അവിടെ ചെന്ന് ഈ സാധനം കലക്കി അരച്ചു കൊടുത്ത് കടപ്പിലാവും. മറിച്ച് ഇതിലെ ഒരു സാധനം 2 ഗ്രാമും വേറൊരു സാധനം 3.25 ഗ്രാമും വേറൊരു സാധനം 4.25 അരക്കാൽ ഗ്രാമും ആയിരിക്കും ചേർക്കേണ്ടത്. മനസ്സിലായില്ല? ആ ഫോർമുല ഗൂഢമാണ്. അത് ഇന്ന ടെമ്പറേച്ചറിൽ ചെയ്യണമെന്നുണ്ടായിരിക്കും, ഇന്ന പ്രഷർ നിലനിർത്തണം എന്നുണ്ടായിരിക്കും. മനസ്സിലായില്ല? അതിനെയാണ് നിങ്ങൾ ഗൂഢമെന്നർത്ഥം വരുന്ന പേറ്റന്റ് സീക്രട്ട് എന്ന് പറയുന്നത്. മനസ്സിലായില്ല? ദർ ഇസ് എ പേറ്റന്റ് സീക്രട്ട്. ലോകത്തൊന്നും ഉണ്ട്. പൗരാണികരുടെ ഇടയിലെ ആ പേറ്റന്റ് സീക്രട്ട് അതിന്റെ ശുഭമായ കാര്യത്തിൽ അധിഷ്ഠിതമാണെങ്കിൽ അത് തോന്നുമ്പോഴേ ആ സീക്രട്ട് വെളിയിലാവുള്ളൂ. അത് ശുദ്ധമായ ഒരു തലത്തിലേ വീഴുള്ളൂ, അതിശുദ്ധമായ. ബാക്കി പ്രകാരാന്തരേണ പഠിക്കാം, പഠിച്ചുവെന്ന് അഭിമാനിക്കുകയും ചെയ്യാം. ഇന്ന അധ്യായം ഗീതയൊക്കെ നമുക്കറിയാം, ശ്ലോകവും ചൊല്ലാം. പക്ഷെ അതിലടങ്ങിയിരിക്കുന്ന അതീവ രഹസ്യമായത്
ആ ശ്രവണ ഉൽപ്പന്ന ജ്ഞാനം, പാണ്ഡിത്യം, ആ പാണ്ഡിത്യം നിർവിദ്യ എന്ന് പറഞ്ഞാൽ പൂർണ്ണതയിൽ അറിഞ്ഞ് ബാല്യേന തിഷ്ഠാസേത്, മനനം ചെയ്യുക. ബാല്യം ബലഭാവം, ശ്രവണം സബലമാകുന്നത് മനനത്തിൽ. അപ്പൊ ശ്രവണവും മനനവും പൂർണ്ണമാകുമ്പോൾ ബാല്യം ച പാണ്ഡിത്യം ച നിർവിദ്യാധമുനി, നിധിധ്യാസനം, മുനി മൗനം ച അമൗനം ച, അർത്ഥാത് ശ്രവണമനനാദികൾ പൂർണ്ണമായാൽ അത് ബ്രാഹ്മണൻ. അവിടെ ബ്രഹ്മദർശി, പശ്യത എന്നതിനർത്ഥം ഈ ബ്രഹ്മദർശി. അപ്പോൾ പശ്യത ബ്രഹ്മദർശി, ബ്രഹ്മവിത്ത്, ബ്രഹ്മവിത്ത് വരൻ, ബ്രഹ്മവിത്ത് വരിയാൻ, ബ്രഹ്മവിത്ത് വരിഷ്ഠൻ. അപ്പോ സ്വപ്നം, സുഷുപ്തി, ജാഗ്രതൻ, സ്വപ്നം, സുഷുപ്തി, മൂർച്ഛിതൻ, ഈ തലങ്ങളെല്ലാം കടന്ന് പൂർവാർദ്ധത്തിൽ സംയമി ശബ്ദാർത്ഥം വരുന്നു. അപ്പോൾ പശ്യതോ മുനെ, ഈ വിശേഷണം സംയമിയും വിശേഷ തലത്തിൽ പറയുന്നു. യോഗമാർഗീയ സംയമനത്തിൽ എങ്ങനെ അനുഷ്ഠാനം ചെയ്യുക, ധാരണ, ധ്യാന, സമാധി, അഭ്യാസം എങ്ങനെ ചെയ്യുക, അതിനുശേഷം ശ്രവണമനനാദികൾ എങ്ങനെ, അതിൻ്റെ പരമാവശ്യമെന്ത്, ഇതെല്ലാമാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ പരമാത്മാവ് കേവല ഉപനിഷത് വേദ്യമാണ്. ഉപനിഷത് വേദ്യമാണ് പരമാത്മാവ്. വേറെ ഒരു തരത്തിലും അറിയില്ല, അടുത്തിരുന്നറിയേണ്ടതാണ്. അടുത്തെങ്ങനെയാണ് ഇരിക്കുക? അധിഷ്ഠാനത്തിൽ രണ്ടുപേരും എത്തുമ്പോൾ അധിഷ്ഠാനം രണ്ടുപേരെയും രക്ഷിക്കും. ആരോപ്യത്തിൽ രണ്ടുപേരും ഇരിക്കുമ്പോൾ താൽക്കാലികമായ സമതയുണ്ടാകുമെങ്കിലും രണ്ടുപേരും ദുഃഖിതരാവും. ഒരാൾ ആരോപ്യത്തിലും ഒരാൾ അധിഷ്ഠാനത്തിലും ഇരുന്നാൽ വീണ്ടും ദുഃഖിതനാവും. ഇതിനൊരു ശ്ലോകമുണ്ട്. എങ്ങനെ കിട്ടി? ഓം ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹൈ. അതാണ് അതിനുള്ള ശ്ലോകം. സാ അവൻ, ഹ ഇതിഹാസ പ്രസിദ്ധൻ, ഇതിഹാസ പ്രസിദ്ധനായ ആ ബ്രഹ്മം എന്നെയും നിന്നെയും, നമ്മളെ രണ്ടുപേരെയും രക്ഷിക്കട്ടെ. ആദ്യത്തെ സഹായെ വിഭജിക്കണം. അതാ ഈ രഹസ്യം ഉണ്ടെന്ന് പറഞ്ഞതാ. അല്ലാതെ ചോറുണ്ണാൻ നേരത്തിരുന്നിട്ട് ഓം സഹനാവതു സഹനൗനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ, ഇനി എല്ലാവരും ഉണ്ടോ? അതൊരു ക്രിയാക്രമമാണ്. ആ സമയത്തൊക്കെ ഇരിക്കുന്നവന് വല്ലാത്ത ദേഷ്യ വരുന്നത്, ഇതിനോടൊരു വെറുപ്പ് വരുന്ന പിള്ളേർക്കാണെങ്കിൽ. കാരണം വിശന്ന് ഊപ്പാടടിക്കുമെന്നിരിക്കുമ്പോൾ മന്ത്രം ചൊല്ലിയിട്ടേ ഉണ്ണാവുള്ളൂ എന്ന് പറയാം. മറിച്ച് അവനെ ഇതൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞ് അവൻ സ്വയമേവ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് എന്ന ബോധത്തിലേക്ക് വരുന്നുവെങ്കിൽ ആ ബോധം ഗംഭീരമാണ്. അവിടെ സഹ ഒരുമിച്ചെന്നല്ല, സാഹ, ഹ ഇതിഹാസ പ്രസിദ്ധി ദ്യോതക ശബ്ദമാണ്. സാ അവനെന്നാണ്, അവൻ, ഹി, അവൻ നമ്മെ രണ്ടുപേരെയും രക്ഷിക്കട്ടെ. അവതു, ഓങ്കാര നിർദ്ദിഷ്ടമായ ആ ബ്രഹ്മം, ഇതിഹാസ പ്രസിദ്ധനായ അവൻ. എങ്ങനെയാ ഇതിഹാസ പ്രസിദ്ധി? എങ്ങനെയാ അവൻ ഇതിഹാസ പ്രസിദ്ധി കിട്ടിയത്?
ഓമിത്യേതക്ഷരമിതം സർവം തസ്യോപവ്യാഖ്യാനം ഭൂതം ഭവത് ഭവിഷ്യതി സർവമോങ്കാര ഏവ യച്ചാന്യ ത്രികാലാതീതം തദപ്യോങ്കാര ഏവ. അതാണ് അവന്റെ ഇതിഹാസ പ്രസിദ്ധി. ഞാനിതിന്റെ ഏറ്റവും അടുത്ത വ്യാഖ്യാനം പറയാം. അത് ഓം എന്ന നിർദ്ദേശമാകുന്നു. ഈ അക്ഷരം ഓങ്കാരം ഭൂതവും ഭവത്തും ഭവിഷ്യത്തുമാകുന്നു. ഏതൊന്ന് അന്യമായി ത്രികാലാതീതമായുണ്ടോ അതും ഓങ്കാരമാകുന്നു. ആ ഇതിഹാസ പ്രസിദ്ധനായ പ്രണവം, ഓങ്കാരം, ബ്രഹ്മം നമ്മെ രണ്ടുപേരെയും രക്ഷിക്കട്ടെ. അവതു അവരക്ഷണേ, രക്ഷിക്കട്ടെ. അവധാതുവിൽ നിന്ന് തന്നെ ഓങ്കാരവും, ഓങ്കാരത്തിനും രക്ഷിക്കുക എന്നർത്ഥം. വീണ്ടും അടുത്തത് സഹ നൗ ഗുണത്തു, അവിടെ ഒരുമിച്ചെന്നാണ്. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പാലിക്കാം. നമ്മുടെ ബോധത്തിൽ നിർദ്ദിഷ്ടമായ ഈ പ്രപഞ്ചത്തെ ഒരുമിച്ച് പാലിക്കാം. കഴിക്കാം എന്നല്ല, ആ പാലനം തന്നെ കഴിക്കൽ എന്നുള്ളതുകൊണ്ട് കഴിക്കാം എന്നെടുക്കാം. പാലിക്കാം എന്നാണ്. ഭുജ രക്ഷായാം, ഭുനക്കുതു ഭുജിക്കാം, ഭുജരക്ഷായാം രക്ഷിക്കാം. കഴിക്കലിൽ വലിയ കാര്യമില്ല, കഴിക്കുന്നതും രക്ഷിക്കാനാണ്. കഴിക്കുന്നത് എൻ്റെ തൃപ്തിക്കല്ല. എൻ്റെ ഇന്ദ്രിയങ്ങളും എൻ്റെ മനസ്സും ഈ ശരീരവും ഈ കഴിക്കൽ കൊണ്ട് സൗഷ്ഠവമുള്ളതായിത്തീർന്ന് എൻ്റെ രണ്ടാമത്തെ ആത്മാവായ ഈ ലോകത്തെ രക്ഷിക്കാനാണ് ഞാൻ കഴിക്കുന്നത്. വാക്കും മനസ്സും ഇണചേർന്നുണ്ടാകുന്ന എൻ്റെ പ്രപഞ്ചം എൻ്റെ രണ്ടാമത്തെ ആത്മാവാണ്. അതിൻ്റെ രക്ഷയ്ക്കായിക്കൊണ്ടാണ് ഞാൻ ഈ കഴിക്കുന്നത്. ആഹാരമെല്ലാം രക്ഷയ്ക്കാണ്. സഹ നൗ ഭുനക്കുതു സഹ വീര്യം കരവാവഹൈ, നമുക്കൊരുമിച്ച് വീര്യം നേടാം. അതിന് നമ്മുടെ ബുദ്ധി, നമ്മുടെ അതീതം, നമ്മൾ അറിഞ്ഞത് ഏതൊരു അധിഷ്ഠാനത്തിലാണോ ഇതൊക്കെ അറിഞ്ഞത്, അതീതം വീര്യമുള്ളതായിരിക്കട്ടെ, തേജസ്സുറ്റതായിരിക്കട്ടെ. ആരെയും നാം വിദ്വേഷിക്കാതിരിക്കട്ടെ. വിദ്വേഷമരുത്. ഇതാ ഇതിന്റെ സൂത്രവാക്യം. അവിടെ എത്തിയാൽ തം തൗ ഉപനിഷദം പുരുഷം, ഉപനിഷദ് വേദ്യമാണ്. തം തൗ ഉപനിഷദം വേദ്യം പൃച്ഛാമി എന്ന് ബൃഹദാരണ്യകം. ഇങ്ങനെയായി പഠിപ്പ് പോകുന്നത്. ഇതെല്ലാം കൂട്ടിക്കൊരുത്തൊരു പഠനം വേണമെങ്കിൽ, അതിൻ്റെ നിഗൂഢതകൾ അറിയണമെങ്കിൽ ആ തലത്തിലൂടെ പോകണം. അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് പണ്ട് പുസ്തകങ്ങളുണ്ടായിരുന്നു, അതിലെല്ലാ അറിവും ഉണ്ടായിരുന്നു. മറ്റു മതങ്ങൾക്ക് ഇത്രയും പുസ്തകം ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഈ അറിവെല്ലാം ഇന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് ഒരടി നടത്താൻ ഇതൊക്കെ പഠിക്കാം. ശാന്തി വളരെ ദൂരെ. അങ്ങനെ മറ്റു മതം പോലൊരു ഹിന്ദു മതവും ഉണ്ടാവും. അതിൻ്റെ കുറവും കൂടെ ഇനിയുള്ളൂ എന്നാണ് ആത്മാദൃശന്മാരായ ആളുകൾ കണ്ടെത്തിയിരിക്കുന്നത്. അതും കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ സുഖായി. മറിച്ച് അതിന്റെ അനുഭവവേദ്യങ്ങളായ ലോകങ്ങളിലൂടെ പോകുമ്പോൾ അവനിതൊന്നും അല്ലെന്നാണ് അറിയുന്നത്. അത് തരുന്നൊരു അവാച്യമായ അനുഭൂതിയുണ്ട്. പറഞ്ഞാൽ മനസ്സിലാവോ? ഞാൻ കുമാരനല്ല, കുമാരിയല്ല, എങ്കിൽ പിന്നെ ഇതൊന്നുമല്ല. ആ രീതിയിൽ പറയുന്നൊരു അനുഭവവേദ്യമായ ലോകം. അപ്പൊ ആ പുരുഷനെ കുറിച്ച് അർത്ഥം ഉപനിഷദ് വേദ്യം,
ഉപനിഷത്ത് കൊണ്ടറിയുന്നത്. അങ്ങനെ മുനിയാവുക പരിഭാഗാവസ്ഥ വന്നാൽ സ്ഥിതപ്രജ്ഞത്വം. വിശ്ലേഷണപൂർവകം സ്ഥിതപ്രജ്ഞാവസ്ഥ വർണ്ണന കഴിഞ്ഞു. അതാണ് നമ്മൾ നേരത്തെ കണ്ട ശ്ലോകം ഏതാണ്? യാനിശ സർവഭൂതാനാം തസ്യാം ജാഗ്രതി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശ പശ്യതോ മുനേ. മാസം 2-3 തോന്നുന്നു അല്ലേ? കൊല്ലം ഒന്നായി. അതാണ് ഇതിൻ്റെ അർത്ഥം. ഇത്രയും ഭംഗിയായി മനസ്സിലാക്കിയാൽ കാര്യമായി. അങ്ങനൊരു അനുഭൂതിയിലെത്തിയാൽ 2 തരം ആളുകൾ അങ്ങനെ എത്തും. ഒന്ന്, സുഖബ്രഹ്മനെ പോലെ നിർഗുണ നിരാകാര ഭാവത്തിലിരുന്ന് ശാന്തരായിത്തീരുന്ന മനീഷികൾ. 2, അജാതശത്രുവിനെയും അശ്വപതിയെയും ജനകനെയും ഒക്കെ പോലെ എത്തുന്നവർ. 2 തരക്കാരും ഒരേ അവസ്ഥയിലാണ്. 2നും ഈ അറിവിന്റെ തലങ്ങളിൽ തുല്യ പ്രാധാന്യവുമാണ്. അതുകൊണ്ടൊന്ന് വലുതോ ഒന്ന് ചെറുതോ എന്നൊന്നുമില്ല. അതിനെ പറയാണ് അടുത്ത 2 ശ്ലോകങ്ങളിൽ. അതോടെ സ്ഥിതപ്രജ്ഞ ലക്ഷണം തീരും. സ്ഥിതപ്രജ്ഞ ലക്ഷണം നല്ലപോലെ പഠിപ്പിച്ച് ഇതാണ് രാജർഷികൾക്ക് ചേർന്നത്, ഇതാണ് ലക്ഷ്യസ്ഥാനം, അല്ലാതെ ഒരു തുണ്ട് ഭൂമിയും ഒരു പാഞ്ചാലിയുടെ വസ്ത്രവും ഒരു മുടി തലമുടിയും ഒന്നുമല്ല. ജീവിതായോധനത്തിന്റെ ലക്ഷ്യപ്രാപ്തി ഈ ശാന്തിയിലാണ്. നീ ഒരു വിഷയത്തെ കാമിച്ച് അതിൽ താല്പര്യം തോന്നി നിനക്ക് വിരുദ്ധമായതിനെ മുഴുവൻ ഉപസംഹരിച്ച് നീ അത് നേടാൻ പോകുന്നത് ധർമ്മമാണെങ്കിൽ അവരുടെ കാമനകൾക്ക് വേണ്ടി അവർ നേടാൻ വന്നതും ധർമ്മം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ ലോകത്ത് അധർമ്മമെന്നൊന്നില്ല. ധരിക്ക കൊണ്ട് ധർമ്മവും അർത്ഥിക്ക കൊണ്ട് അർത്ഥവും കാമിക്കുന്നത് കൊണ്ട് കാമവും എപ്പോൾ അതിൽ നിന്ന് മുക്തമാകുന്നുവോ അത് മോക്ഷവുമാകുന്നു. ഇത് സദാ സർവദാ നിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നിന്നിലെ ചിച്ചക്തി എപ്പോഴാണോ അടുത്തിരിക്കുന്നവളുടെ കണ്ണടയെ, മാലയെ, വസ്ത്രത്തെ ധരിക്കുന്നത്, നീ അതിനെ ധരിക്കുന്നവനാകുമ്പോൾ നിന്റെ ധർമ്മം അതായിത്തീരുന്നു. മനസ്സിലായില്ല? ധർമ്മോ ധാരയതി പ്രജാഹ. ഇനി നിന്റെ മക്കൾ, നിന്റെ അച്ഛൻ, നിന്റെ അമ്മ, ഇതൊന്നും കുറെ സമയത്തേക്കില്ല. ആ ക്ഷിപ്തം വിക്ഷിപ്തമായി തീരുന്നൊരു വേളയിൽ നീ ആ സാരിയായി മാറി. ഇനി എന്ത് പറഞ്ഞാലും എന്താ കൂട്ടാനെന്ന് ചോദിച്ചാൽ എനിക്ക് നേരെയില്ലായിരുന്നു, ഞാൻ പറഞ്ഞിട്ട് ഇന്ന് വരെ ഒരു കാര്യം സാധിച്ചു തന്നിട്ടുണ്ടോ? ഒരു സാരി വേണമെന്ന് ഞാൻ എത്ര നേരമായി പറയുന്നു. മകൻ വന്നു, മകൻ പറഞ്ഞു, അമ്മേ എന്നെ പോലെ വെള്ളം, പശുവിന് വെള്ളം കൊടുത്തു. എന്തിന് ഇതിനൊക്കെ വെള്ളം ഞാൻ കൊടുക്കണം? ഒരു സാരി വേണമെന്ന് പറഞ്ഞ് എനിക്ക് കിട്ടിയിട്ടുണ്ടോ? അപ്പോ ധരിക്ക കൊണ്ട് ധർമ്മം. ഇപ്പൊ ധരിക്കുന്നത് എന്താണ്? സാരി. അത് കുറെ നേരം ധരിച്ചു കഴിയുമ്പോ ചോദിക്കും. നിന്നോടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല, എന്റെ ആങ്ങളെ ഇങ്ങ് വന്നോട്ടെ, ഞാൻ അവനോട് ചോദിച്ചോളാം. അർത്ഥിക്ക കൊണ്ട് അർത്ഥം. അപ്പോൾ അർത്ഥിക്കും.
എനിക്കിനി അത് വേണം. അതിന്റെ സങ്കല്പങ്ങളിൽ നിൽക്കുമ്പോൾ സുഖം, കാമം, ആമയായ അതങ്ങനെ അങ്ങ് പോവും. അതിനിടയിൽ ഇത് ആരോ വാങ്ങിക്കൊണ്ടുവന്നു, ഒന്നെടുത്തു, ക്ലാസ്സിൽ വന്നു, തിരിച്ചു ചെന്നു, ഇതാ കുളിമുറിയുടെ വാതിലിൽ ചുരുട്ടി കൂട്ടിയിട്ടു. ഇപ്പോൾ ധാരണ കഴിഞ്ഞു, അർത്ഥന കഴിഞ്ഞു, കാമം തീർന്നു, മോക്ഷം. ഇനി ഇതിൽ നോട്ടമില്ല. നിരന്തരമായ ഈ പ്രക്രിയയാണ് മനസ്സ്. ഇപ്പോഴൊന്നും തൻ്റെ അധിഷ്ഠാനമായ ബോധത്തെ, ഇതെല്ലാം ഉണ്ടാക്കുന്ന സൃഷ്ടിന്മുഖമായ തൻ്റെ ബോധത്തെ കാണുന്നില്ല. സ്രഷ്ടാവ് സൃഷ്ടിക്കു ശേഷം സൃഷ്ടിയിൽ ധരിക്കൊണ്ട് സൃഷ്ടിയായി മാറുമ്പോൾ സ്രഷ്ടാവ് മറയുന്നു. ഇത് തന്നെ വ്യഷ്ടിയിലും സമഷ്ടിയിലും സദാ സർവദാ നടന്നുകൊണ്ടിരിക്കുന്ന സൃഷ്ടിക്രമം. ഇതിനെ പഠിച്ചു കഴിഞ്ഞാൽ സ്രഷ്ടാവിൽ സൃഷ്ടികൾ അന്തർലീനമാണെന്ന് പഠിക്കുന്നതിന് പകരം സൃഷ്ടിയിൽ സ്രഷ്ടാവിനെ മറച്ചതാണ് അജ്ഞാനമെന്നറിയുന്നവൻ ശാന്തനായിരിക്കുന്നു. മനസ്സിലായി? സൃഷ്ടിയുടെ ഈ രഹസ്യം മനസ്സിലായി. ഇപ്പൊ ഇന്ന് മുതൽ സ്രഷ്ടാവ് സൃഷ്ടിയിൽ കയറിക്കൂടില്ല, അത് പറയാൻ പറ്റില്ല. അങ്ങനെയൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. ഇതൊക്കെ മനസ്സിലായി. പക്ഷേ സ്രഷ്ടാവ് സൃഷ്ടിയിൽ കടന്നുകൂടും. ശരിയല്ല? അവിടെയാണ് സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീ. ചായ കുടിക്കാവുന്നത് അത്